എത്ര നാളായി ജിന്നമ്മേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? ഓ, വിശേഷമൊന്നുമില്ല. ലൂസി ഒന്ന് വന്നു. ഞാനിന്ന് ഉച്ച കഴിഞ്ഞാ വന്നത്. കോളേജ് അടച്ചു. അയ്യോ, ഉച്ചമുതലാളിക്ക് വല്ലതും പറ്റിയോ? ഇതാ കെട്ടിക്കഴിഞ്ഞു. വീട്ടിലോട്ടൊന്ന് കയറി നല്ല തീർച്ച കേട്ടാൻ വേണ്ട. എന്റെ കർത്താവേ, എന്റെ അപ്പനും അമ്മച്ചയ്ക്കും ആർക്കും ഒരു സുഖേടും വരുത്തല്ലേ. ചേച്ചിയെ കാണുന്നില്ലല്ലോ. എന്നറിഞ്ഞറിയുമേ നിനക്ക് സൃഷ്ടി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടു സഹായത്തപ്പെട്ടവനാവുന്നു. ചേച്ചി വിളിക്കാൻ പോയില്ല. എന്റെ ആന്റിമ്മേ നീ ഓർമ്മ നോക്കാൻ പോയി മൂദേവി. എടി നിന്നോടാ ചോദിച്ചത്. നീ ചോദിക്കാൻ വിളിച്ചോടാൻ പോയിട്ട് എന്നെ എടുക്കായിരുന്നു ഇത്ര നേരം. ഞാനൊന്നും എടുക്കുമായിരുന്നില്ല. അങ്ങേതിലെ ലൂസി. ചൂലേ, ഏത് കൂസിയാലെന്നാടി? നിന്റെ കാര്യം നീ നോക്കണ്ടേ? എന്റെ കർത്താവേ, ഇതിന്റെ പായസം പോലെ മലയിലെ കൊച്ചമ്മയല്ലേ? മലക്കാർക്ക് മാത്രമല്ലേ മാനമുള്ളൂ. നിന്റെ ഗുണവതിയാരവാ. അല്ലെങ്കിൽ നിന്റെ പ്രായമുള്ള കൊച്ചുകള് കെട്ടിച്ച് 2-3 പിള്ളേര് കാലമായിട്ടും നീ ഈ നിപ്പ് നിൽക്കുന്ന എന്താടി? എന്നെ കെട്ടിക്കണ്ട. കെട്ടിക്കണ്ടേ? നീ ഇങ്ങനെ നിന്നോടി. നിന്നോളാം. പെണ്ണേ, വാക്കേറ്റം പറഞ്ഞാലുണ്ടല്ലോ ഓടിച്ചു തന്നെ അണപ്പൂട്ട് തകർത്ത് കളയും. പറഞ്ഞേക്കാം. അപ്പന്റെ ഒരു പുന്നാര മോള് മനയമചം ഇരുന്നോണ്ടാ മതി. ഉണ്ണാവടി ഉണ്ണ. എന്റെ പൊന്നു മോളൊരു കാര്യം ചെയ്യേ. ആ തേവിക്കിടാത്തിയൊക്കെ കൂടെ കപ്പ എത്താൻ പോന്നു. നാളെ മുതൽ നീ കൂടെ ചെല്ലേ. 5 ടണ കിട്ടും. അമ്മച്ചിയല്ലേ കപ്പയെത്താൻ? ഞാൻ പട്ടിണി കിടന്നോളാം. എന്നെ കെട്ടിക്കാൻ വേണ്ട, വാഴിക്കാൻ വേണ്ട. ചെറുക്കം തുടങ്ങി കീറാന്. എടി ചിന്നമ്മ പെണ്ണേ, അതിയാരിപ്പ വരും. 2 കാന്താരി ഇഞ്ഞ് വരച്ചേ. ഒരു ചമ്മന്തിയെങ്കിലും വരച്ച് വെക്കാം. ആദ്യാരിത്യവും വരച്ച് നടക്കുന്നു. നാണമില്ലല്ലോ. വല്ല വീട് തീർക്കാൻ പോയിരുന്നേലും എന്റെ പിള്ളേരിങ്ങനെ പട്ടിണി കിടക്കുമായിരുന്നു. എന്റെ കർത്താവേ. ലടി ഒന്ന് ചെവിതല കേക്കട്ടെ. നിനക്ക് കിറുക്ക, മുതുകിറുക്ക്. എങ്ങനെ കിറുക്ക് പിടിക്കാതിരിക്കും ഇങ്ങനെ 365 ദിവസവും പട്ടിണി കിടന്നോണ്ടാലും? ഒത്തുവരുത്തം പറയാൻ വന്നിരിക്കുന്നു. ഉണ്ണാനുണ്ടോ? ഉടുക്കാനുണ്ടോ? തലേ പെരട്ടാൻ എണ്ണയുണ്ടോ? അത് പോട്ടെ. മഴ പെയ്താ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോമോ? ഒരു പെര കിടക്കുന്ന കിടപ്പ്. ഒരു പെണ്ണാണെ മല പോലെ പെര നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഞാൻ കണ്ണി ചോരയില്ലല്ലോ. ഇനി മൂക്കി പല്ല് വരുമ്പോഴായിരിക്കും പുന്നാരെ മോളെ കെട്ടയക്കുന്നത്. ഓ, ഒന്ന് ചെവിതല കേക്കട്ടെ. നീ തല്ലു മേടിച്ചടങ്ങും. ഞാൻ പറഞ്ഞേക്കാം. നീയെല്ലാം ഇരിക്കുന്നിടത്ത് ഉമ്മം കുരുക്കുമല്ലോ. ഉമ്മം എങ്ങനെ ഗുണം പിടിക്കും? ആ പെണ്ണിന്റെ ഒരു കല്യാണ കാര്യത്തിന് വേണ്ടി ആ വിരുന്നുകാരനെ വിളിച്ചോണ്ട് വലിയ കാര്യത്തിന് വന്നപ്പോഴല്ലേ നിന്റെ എല്ലാം തലതെറിക്കാനുള്ള കൊലവേം കൊലവിളിയും. എന്നിട്ട് അത് ഞാൻ എന്ത് ചെയ്യും? കുരിശ്. കർത്താവിന്റെ വാലാണത്തോർത്ത് മടവനെ കർത്താവിനോരുടെ ഇതിനകത്തിരുന്ന് വെളിച്ചെണ്ണ എന്തിയടി? ഞാൻ ഇച്ചിരി എടുത്ത് തല പെരട്ടി. കുണം വന്ന് പോകാന് അത് മുഴുവനും എടുത്തങ്ങ് തലയെ പെരട്ടിയോ? അതെങ്ങനെയാ? ഇടങ്ങഴി വെളിച്ചെണ്ണ വേണമല്ലേ തലയെ പെരട്ടാന്? കുറെ തലമുടി കൊണ്ടുപോയി വെട്ടിച്ച് കളപെണ്ണേ. തലമുടി വളർത്തുന്നു. ഒന്നും മിണ്ടാതിരിക്കാൻ. ഞാനിങ്ങോട്ട് വന്നാലുണ്ടല്ലോ. വാ മോളെ കുറിച്ച് വരയ്ക്കാൻ. ഉള്ളത് മോതിക്കൊണ്ട് പോകണേ. എന്തൊരു നാശങ്ങള്! ചെവിതല കേട്ടിട്ട് ഇവിടെ കിടന്നു കൊടുക്കാൻ മേല. ഈ നരകങ്ങളെ ഇവിടെ ഓടിക്കാതെ ഒരു രക്ഷയുമില്ല. ഉള്ളത് എന്റെ മീൻചേട്ടാ. നെറ്റിയെ കുരിശ് വരയ്ക്കാൻ തുടങ്ങുമ്പോ അവിടെ തുടങ്ങും കൂവലും പിരാക്കും നിലവിളിയൊക്കെ. നമുക്ക് ഈ നാശം കഴിഞ്ഞ് വല്ലയിടത്തും പോകാം. എന്റെ അപ്പ എനിക്ക് വേണ്ട ഇവിടെ പൂർക്കാൻ. ഞാനിവിടെ കയറിയച്ചാ വരുന്നു. ആ പെണ്ണിന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കാമെന്ന് വെച്ചു. തനിക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? ആ പിഴപ്പെട്ട പെണ്ണിന് വേണ്ടി കല്യാണം പറയാൻ നടക്കുന്നു. ഈ നാശങ്ങളെ ഇവിടെ ഓടിക്കാതെ ഒരു രക്ഷയുമില്ല. കൊച്ചുമേ, നമ്മുടെ ലൂസിക്കുച്ചിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. യോ ഉണ്ടേ നടക്കും. തിരിച്ചേട്ടാ വന്നേ, നമുക്ക് ഊണ് കഴിച്ചിട്ട് കാര്യം പറയാം. ഞാൻ തിരിച്ചേട്ടനെ നോക്കിയിരിക്കാനായിരുന്നു. ലൂസി,
സ്വാമിയാരെ ഒരെണ്ണയ്ക്കൊരു ഫലമെന്ന് പറഞ്ഞാട്ടെ. നേരമില്ല, കപ്പ പറിക്കാൻ കിടക്കണം, വേഗമാകട്ടെ. പോടാ, ഒരെണ്ണയ്ക്ക് ആരുടെ ഫലം പറയുന്നത്? അണ 2 വെച്ച്. ഒരു കാര്യം അറിഞ്ഞാ മതി, എന്റെ ദേവിക്കിടാത്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറ. പോടാ, വേറെ ജോലിയൊന്നുമില്ല. പറ സ്വാമി. ഇവിടെടാ, കയറി പിടിക്കണോ? പോയരുടെ കടാടൻ ചായന്റെ വെള്ളം എടുത്ത് വീട്ടും പറഞ്ഞേക്കാം. ജോശിയരെ, ഇവൻ ആള് മൊശടനാ. ഫലം പറഞ്ഞാ മതി, അലമ്പുണ്ടാക്കാതിരിക്കും. അപ്പനും അമ്മച്ചിക്കും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടാ കാറ്റെ. നിങ്ങളോട് പറയുന്നോണ്ടൊന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ മാനവ എണ്ണിവന്റെ വിവാഹം അത് കൂടുപപ്പ ഇഷയുടെ നീ തൊട്ട കുറി. നീ സ്നേഹിച്ച പെണ്ണ് നിന്നെയും സ്നേഹിക്കുന്നു. 4 മാസത്തിനകം കല്യാണം നടക്കും. അപ്പൊ സ്വാമി യോഗ്യം തന്നെ. കടുപ്പത്തിലൊരു ചായ രണ്ട് തോയണ്ട ഇതാരും ദേവിക്കിടാത്തി. ഞാൻ മയ്യിട്ടാണോ കൊണ്ടുവരാം. കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരു സംഖ്യ കൊതിച്ചു. അല്ല, എങ്ങോട്ടാ കരിക്കൂലേ? ഞാൻ ഇട്ടവളെടുക്കും. ഒന്ന് പിടിയിട്ട് താമര. സ്വാമി, ഇവിടെ പറഞ്ഞു കേട്ടോ, ഞാൻ സ്നേഹിക്കുന്ന കിടാത്തിയത് എന്റെ അണ ഇങ്ങോട്ട് എടുക്കാൻ. എന്റെ അണ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ എന്റെ അണ പോയി. ഈ തോയം നിന്ന് ചായയും കുടിച്ചാട്ടോ. ഇതെവിടുന്നാ ദേവി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എങ്ങനെ എന്റെ കാത്തയെ വഴി വെച്ചത് കഴിക്കുന്നത്? വല്ല മനുഷ്യരും കണ്ട? ഓ, അതിനൊരു പോക്കണം കഴിവില്ല കൊച്ചുമ്പ്രാട്ടി. ഇതെല്ലാം കട്ടും മോട്ടിച്ചോണ്ട് വന്നല്ലോ. പാടടി പഞ്ഞം തീരാൻ പാലക്കൊണ്ടിലിരുന്ന് പാലിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. പാടടി പഞ്ഞം തീരാൻ പാലക്കൊണ്ടിലിരുന്ന് പാലിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. മാമല നാട്ടിലെ മനത് കുളിർക്കണ മാവേലി പെണ്ണെ, മാവേലി പെണ്ണെ. മണ്ണിലു കരളെ പൊന്നിലു പൊരുളെ മറഞ്ഞിരിക്കല്ലേ, മണ്ണില് മറഞ്ഞിരിക്കല്ലേ. കാപ്പുംവളയും തന്നല്ലേ നീ കപ്പലേറി നടന്നല്ലേ, കാപ്പുംവളയും തന്നല്ലേ നീ കപ്പലേറി നടന്നല്ലേ. പാടടി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാടിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. പഞ്ചമില്ല നാട്ടില് പട്ടിണിയില്ല വീട്ടില്, പണമുള്ളവനും പാവങ്ങൾക്കും പാടുതേ പണിയല്ലോ, പാടുതേ പണിയല്ലോ എൻ പ്രാണനിടുന്നവണിയല്ലോ, പാടുതേ പണിയല്ലോ എൻ പ്രാണനിടുന്നവണിയല്ലോ. പാടടി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാടിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. ഇങ്ങോട്ട് കെട്ടിക്കാത്ത വെച്ചുമ്പോഴേ മുറുകുട്ടിയുടെ മീന് വരുത്തിയാൽ മതി. ചാല മടച്ചോറ് വെച്ച് കെട്ടിയാൽ മതി. ഞാനിപ്പോ കൊണ്ടുവരാം. വേണ്ടതേ, കലയിലെ ബംഗ്ലാദേശ് നല്ല ഒന്നാന്തരം മരുന്ന് കിട്ടും. അതുള്ളതാ.
ഏറിങ്ങി പോലെ ചിന്നമ്മ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അയ്യോ ഞാൻ വരുന്നില്ല, മുറിവ് സാരമില്ല. കൈ നല്ല ചൊവ്വിന് മുറിഞ്ഞിട്ടുണ്ട്. ചെല്ലും മോളെ. വന്നാട്ട് വെച്ച പ്രതി നിങ്ങൾ പോയിട്ട് പിടിയിൽ വരണേ. ചിന്നമ്മയുടെ കപ്പുറം ഞാൻ ചെത്തിക്കൊള്ളാം. ചിന്നമ്മയുടെ സന്ദർഭോചിതമായ സഹായം. അതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. കാലസുഖമായ. അയ്യോ ഞാൻ വിചാരിച്ചു. സാരമില്ല. ചിന്നമ്മയ്ക്ക് പാടാൻ അറിയാം. പാടും, ഞാൻ ഓടക്കുഴൽ വായിക്കാം. ഞാൻ പാടാറില്ല. ചിന്നമ്മയുടെ മുഖം എന്താ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരിക്കുള്ളൂ. ഏതായാലും അത് വലിയ അപകടമാണ്. എന്താ? വല്ല പരന്തൻ റാഞ്ചിക്കൊണ്ട് പോയാൽ. പരുന്ത് റാഞ്ചി കൊണ്ടുപോയി ഞാൻ കിളിയും അല്ലല്ലോ. ആണല്ലോ, പാടാത്ത പങ്കിലി. കൊച്ചമ്പ്രാട്ടിയെ ദേവിക്കടാത്ത് വിളിക്കുന്നു. ഞാൻ പോട്ടെ. കൈ വെള്ളത്തിൽ നനയ്ക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ പോവുക ചേട്ടത്തി. വാ മോളെ, ചോറുണ്ടിട്ട് പോവാം. കൊച്ചമ്മേ, എന്റെ നാണി ചേച്ചിക്ക് പ്രസവ വേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ആര് വന്ന് പറഞ്ഞു? എന്റെ ആങ്ങളെ കൊച്ചൻ. ജോ, നീ ഇപ്പൊ പോയാൽ എങ്ങനെയാ പാറു? അരി ഇടിച്ചിട്ടില്ല, 100 കൂട്ടം ജോലി കിടക്കുന്നില്ലയോ? അരി ഞാൻ എടുത്തു തരാൻ ചേട്ടത്തി. മോടെ കൈ വയ്യല്ലോ. അത് സാരമില്ല, മരുന്ന് വെച്ചിട്ട് ഇപ്പം വേദന എല്ലാം പോയി. ആ, എന്നാല് നീ പോയിട്ട് പിടിയുന്നു വാ. വാ മോളെ. കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടി വായോ. ഇതിനെയൊന്നും വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല. പേഴപ്പെട്ട വർഗങ്ങളാ. അവിടെ ഇവിടെ വേലയ്ക്ക് വന്നതും മറ്റുമല്ല. ചിന്നമ്മേ, കുറച്ച് ചായ തയ്യാറാക്കി കൊണ്ടുവരാമോ? ഇല്ലെങ്കിൽ ഞാൻ കൂടെ വരാം. വേണ്ട. പിന്നെ വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് ഊറ്റിയെടുത്ത് പാലും പഞ്ചസാരയും ചേർത്ത് ഇളക്കി കൊണ്ടുവരണം. നിനക്കറിയാമോ? അറിയാം. എന്നാ വേഗമാണ്. വന്നേ, നമുക്ക് എഴുതാൻ അവിടെ പോയി കിടക്കാം. എന്താ ഉപ്പ്? അയ്യോ ചേട്ടത്തി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ വിചാരിച്ചു പഞ്ചാരയാണെന്ന്. ഒരു കപ്പിൽ ഉപ്പായിട്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഹാ ചീത്തയാണെന്ന്. ഞാൻ പെണ്ണായിട്ട് പറഞ്ഞാണെങ്കിൽ നിന്നോട് ഞാൻ ചോദിച്ചോളാൻ മതി. അയ്യോ, അവൾ അറിയാതെ അബദ്ധം പറ്റിയതാ. അതെ അതെ, അറിയാതെ. ആണക്കേടായല്ലോ. ഇവിടെ ഒക്കെ തുപ്പാ നമ്മച്ചി. എനിക്ക് നമുക്ക് പോകാം. അപ്പൊ ഞാൻ പോട്ടെ ചേട്ടത്തി. ഇല്ല മോളെ. തങ്കച്ച, ഇവക്ക് ഇന്നത്തെ കൂലി കൊടുത്തേക്കാൻ പറ കേട്ടോ. ചെല്ല. അങ്ങോട്ടില്ല, ഞാൻ പറഞ്ഞേക്കാം. കല്യാണരാവേ കരളിൻ കിനാവുകൾ പുല്ലാങ്കുഴല പകരുന്നു നീ, പകരുന്നു നീ.
എടാ നീ ഇന്ന് വീട് ചേർക്കാൻ പോകുന്നില്ലേ? അതൊക്കെ മതിയാക്കി. മതിയാക്കിയോ? പിന്നെ നീ എവിടെ പോകുന്നു? ഞാനൊന്ന് പുറത്തു വിട്ടു. അച്ഛൻ എന്റെ പെട്ടി തുറന്ന് കാശെടുത്തോ? ഇല്ലല്ലോ. പിന്നെ എന്തി? ചാട്ട് നീ വരുന്നുണ്ടോ? കൊച്ചുമ്പ്രാട്ടി ഇവിടെ വരട്ടെ. കൊച്ചുമ്പ്രാട്ടി പക്ഷെ നേരമായെന്നേ. എങ്കിൽ കാത്തമ്മ പോ, വന്നേക്കാം. ഒന്ന് വേഗം വന്നേ കൊച്ചുമ്പ്രാട്ടി, നേരം പോണ്. ദേവി വെക്കാന്ന് പറഞ്ഞ ഞാൻ ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? ഇത് തന്നെയും കുഞ്ഞമ്മത്തങ്ങളെ പെട്ടിന്ന് ചൂണ്ടിയതാ. വീലിച്ചേട്ടൻ നിന്നും വെച്ച് ആരോടും പറഞ്ഞേക്കരുതേ. എന്റെ പൊന്ന് വീലിച്ചേട്ടനല്ലേ, ആ ചിന്നമ്മയുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് വേഗം നടത്തി തന്നാ മതി. നീ ഇങ്ങനെ ധൃതി വെച്ചാൽ എങ്ങനെയാടാവക്ക? ധൃതി വച്ചാൽ എന്നാടാവക്കാന്ന് ചോദിച്ചാ വീലിച്ചേട്ടൻ അതിന്റെ വിഷമം എന്നാന്ന് അറിയാൻ മേലായിട്ട് പറയുവാ. ഏതായാലും ഇത് തീരെ പോരടാ. ഇനിയിപ്പൊ ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ ഒരു വകയില്ല. ആ ഉണ്ടെന്ന് പറയാൻ അരയിൽ ഒരു വെള്ളിയരഞ്ഞാനുണ്ട്, അത് വേണേ ഞാൻ വഴി വെച്ചു. എന്റെ പൊന്നു ഞങ്ങളെ ആയിട്ടില്ല. അവരോട് മേടിച്ചത് പോകാൻ പാറു, പാറു, ചേട്ടത്തി ഇവിടെ ഇല്ലേ? ആ എങ്ങാണ്ട് വാങ്കിലോ തോട്ടത്തിലോ പോയിരിക്കുക അവരമ്മയും മോനും കൂടെ. എന്നാ മോളെ, എന്നാ ഇത്? എന്നാ ഇവിടെ? അയ്യോ അമ്മച്ചി, അയ്യോ എന്റെ പൊന്നെ, നിനക്ക് എന്നാ പറ്റിയടി? ഇടോ തന്നെ ഞാൻ കാണിച്ചാ. നീ എന്നെ എന്താ കാണിക്കാനാണ്? ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാശാനെ ജീവിച്ചിരിക്കുന്നത്? വിടാശാനെ അവൻ എന്നൊന്ന് തല്ലട്ടെ. വിടാശാനെ ചുമ്മാ പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കല്ലയോ? ആണുങ്ങൾക്കെങ്കിലും ഒരു ക്ഷമ വേണ്ടിയോ? ഒരു പെമ്പിളെ ഒരു മോള് പെണ്ണിനെ കെട്ടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ വല്ല മടത്തിലും കൊണ്ടുവന്ന് വിട്. നീ നിന്റെ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ നോക്ക്, കേട്ടോടാ കുട്ടിയെ. എന്നിട്ട് അയലോക്കത്തെ കാര്യം അന്വേഷിച്ചാൽ മതി. നീ എന്നങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ തറവാട് മുടിപ്പിച്ച പരമദ്രോഹി. നമ്മളിഞ്ഞു പോന്നാട്ടെ, അവൻ എന്തെങ്കിലും പറയട്ടെ, നമ്മുടെ മേത്ത് പറ്റത്തില്ലല്ലോ. എടാ അതിന്റെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി 2 ഇടി ഇടിപ്പിച്ചില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ, ഇങ്ങനെ കുട്ടിയെ. നീ അങ്ങനെയൊന്നും കയറി പറയാതെ. ആശാശന്റെ കാര്യം നോക്കാശാനെ, എന്റെ ഉറക്കി ആശാ കണ്ടോ? വാ വാ, ആടിനാലും പറ്റിയോ? നിങ്ങളാണോ താഴ്ചയിലെ തൊമ്മാലൂക്ക? അതെ. നിങ്ങളെ ഇൻസ്പെക്ടർമാർ വിളിക്കുന്നു. എന്തെന്നാ കാര്യം? നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്. എന്റെ പേരില്? അതെ. എന്ത് കേസ്? വെണ്ടർകുട്ടി എന്ന ആൾ ബോധിപ്പിച്ചിരിക്കുന്ന ഹർജിയാണ്. മേപ്പടി ലൂക്കായും മേപ്പടിയാന്റെ പ്രേരണയിൽ മേപ്പടിയാന്റെ ഭാര്യയും മക്കളും ചേർന്ന് കല്ല്, കൊഴി, ഉലക്ക മുതലായ ആയുധങ്ങളോടുകൂടി എന്റെ ഭാര്യയെ ആക്രമിക്കുകയും ഭയങ്കരമായി അടിച്ചു മുറിവേൽപ്പിച്ചിട്ടുള്ളതും മേപ്പടിയാൻ പലരെയും ഇങ്ങനെ ഉപദ്രവിക്കുകയും പോലീസിനെ ധിക്കരിക്കുകയും ചെയ്യുന്ന ആളും ചട്ടമ്പിയും. അയ്യോ, ഇത് വെറും കള്ളക്കടച്ചിയാണ് എന്ന് താനല്ലോ നിശ്ചയിക്കേണ്ടത്. വരൂ, ഞാൻ പിന്നെ വന്നേക്കാം. ആള് തിരക്കേടില്ലല്ലോ, തന്റെ സൗകര്യത്തിന് വരാനുള്ള സാധനം എന്നാ പോലീസ്. നടക്കൂ. അവരെന്റെ അമ്പലപ്പനെ തല്ലുമോ? അത് ഞാൻ എണ്ണീറ്റ് നിൽക്കാൻ നീക്കലില്ല. ഒന്നുമില്ല കൊച്ചമ്മളെ, ഞാൻ ഇപ്പൊ അറിഞ്ഞേ ഉള്ളൂ. അങ്ങോട്ട് പോവുക.
സ്റ്റേഷനിലേക്കോ? അതിന് രൂപ വേണ്ടേ ആശാനെ? രൂപയൊക്കെ ഞാൻ ഉണ്ടായിക്കൊള്ളാം. കൊച്ചു നമ്മളൊന്നും പേടിക്കണ്ട. മൈല, നീ കൂടെ ചെല്ല. ചേട്ടാ തെമ്മാടി, നീ എന്തിന് ഇവിടെ വന്നു? വേണ്ട, എന്റെ കൂടെ വരണ്ട. അല്ലാതെ തന്നെ പോലീസുകാരെ വിട്ട് നിന്നെ കൊണ്ടുപോകും സ്റ്റേഷനിലേക്ക്. ഓ, അങ്ങനെ ആട്ടെ. എന്റെ പൊന്നാശാനെ, ഒന്ന് വേഗം പോയേച്ചു വാ. അവൻ എന്റെ ഹിറ്റ്ലറെ തല്ലിക്കൊന്നേച്ച് നടക്കുക. ഏനും പോവാന്നേ എബ്രാട്ടിയെ. അമ്മ, ഞാനും കൂടെ പോലീസ് സ്റ്റേഷൻ വരെ പോവുക. ചെറുപുടാ കൂടാന്ന് കേട്ടപ്പോഴേ മനസ്സിലായി വരവുണ്ടെന്ന്. ഒളിച്ചും പതുങ്ങിയൊന്നും വരാൻ എനിക്കറിഞ്ഞുകൂടും. ഇന്നെങ്ങും വീണില്ലല്ലോ. ഓഹോ, അതിനാണോ ഈ തുണിയും കത്തിയുമായി വന്ന് നിൽക്കുന്നത്? അതെ അതെ, തങ്കച്ചന് എപ്പോഴാ വീഴുന്നത് നിശ്ചയമില്ലല്ലോ. എന്ത് നടക്കാത്ത കാര്യമുണ്ടോ? എന്റെ പൊന്നു പീലിച്ചേട്ടൻ അതെങ്ങനെങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതങ്ങ് നടന്നാൽ പിന്നെ ഈ കരയിൽ എന്നെ ജയിക്കാൻ വല്ലൊരു കാണുമോ പീലിച്ചേട്ടാ? പീലിച്ചേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ആ സാറിട്ട് പോലീസുകാർ കണക്കിന് കൊടുത്തോ? പക്ഷേ അയാളെ 2 മാസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതായിരുന്നു. ആശാൻ കാരണമാ. ഓട്ടെ, വെണ്ടറകുട്ടി ആരാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അവരെ ഈ കരയെന്നെ ഓടിക്കണം. നോക്കട്ടെ. കേട്ടോ കുട്ടിച്ച, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്, പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കുന്നെങ്കിൽ ആ എത്തപ്പാനെ ഇടിപ്പിക്കണം. അവൻ ആള് ഭയങ്കരനാ, ഭയങ്കരൻ. എല്ലാവരെയും ശരിപ്പെടുത്താം. ഈ കല്യാണം എങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതങ്ങ് നടന്നാൽ പിന്നെ ഈ കരയിൽ എന്നെ ജയിക്കാൻ വല്ലൊരു കാണുമോ പീലിച്ചേട്ടാ? പീലിച്ചേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ആ സാറിട്ട് പോലീസുകാർ കണക്കിന് കൊടുത്തോ? പക്ഷേ അയാളെ 2 മാസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതായിരുന്നു. ആശാൻ കാരണമാ. ഓട്ടെ, വെണ്ടറകുട്ടി ആരാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അവരെ ഈ കരയെന്നെ ഓടിക്കണം. നോക്കട്ടെ. കേട്ടോ കുട്ടിച്ച, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്, പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കുന്നെങ്കിൽ ആ എത്തപ്പാനെ ഇടിപ്പിക്കണം. അവൻ ആള് ഭയങ്കരനാ, ഭയങ്കരൻ. എല്ലാവരെയും ശരിപ്പെടുത്താം. ഈ കല്യാണം നടന്നോട്ടെ. തൽക്കാലം ഇത്ര വരൂ വിളിച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് പോകാം. ഉള്ളതാ. പലഹാരം തിന്നുന്നെങ്കിൽ ഉറവച്ചമ്മയുടെ പലഹാരം തിന്നാം. ഇരിച്ചേട്ടാ, തങ്കച്ചന്റെ കൈ കൊടുക്കണം. വേറെ ആരും വരരുത് കേട്ടോ. தந்தோயத்தேனுண்டு கண்ணிருக்கும் செருமி, கண்ணிருக்கும் செருமி, കണ്ണന പാട്ടൊന്ന് പാടന്റെ ചെറുമി. നാട്ടാര് കാണുമെന്ന് നാണമെന്നോ നിങ്ങൾക്ക്, നാണമെന്നോ നിങ്ങൾക്ക്, കേണന്റെ പാടത്തെ പൂവാണ് ചെറുമാ. തന്തോയത്തേനുണ്ട് കണ്ണിറുക്കും ചെറുമി, കണ്ണന പാട്ടൊന്ന് പാടന്റെ ചെറുമി. നാട്ടാര് കാണുമെന്ന് നാണമെന്നോ നിങ്ങൾക്ക്, കേണന്റെ പാടത്തെ പൂവാണ് ചെറുമാ. കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്തി, കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്തി, കൊണ്ടാട്ടം കാമാനും പൂവാമോ ചെറുമി. കാമാനും കേപ്പാനും നിങ്ങളുടെ കൂട്ടിന്, നിങ്ങളുടെ കൂട്ടിന്, കാര്യമേനന്ത് ചൊല്ലന്റെ ചെറുമാ. കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന്ന്, കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന്ന്, കാര്യമെന്തെന്ന് നീ ചൊല്ലി ചെറുമി. കരിപ്പുടവ താരാഞ്ഞ് നാലാള് കണക്കെ, നാലാള് കണക്കെ, കരിനാക്ക് നിങ്ങൾക്ക് ചേലല്ല ചെറുമാ. കടലുവറ്റി കച്ചാഴ കൈയെടുക്കും മുമ്പിലി,
കൊടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമീ കടലുവറ്റി കച്ചാഴ കൈയെടുക്കും മുമ്പിലി കൊടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമീ നാട്ടാര് കാണുമെന്ന് നാണമില്ലോ നിങ്ങൾക്ക് ഞാൻ എന്റെ പാടത്ത് പോവാണ് ചെറുമാ. കേട്ടോ മത്തയച്ചു, എന്റെ മോക്ക് എന്ത് കൊടുക്കുന്നതിന് എനിക്ക് സമ്മതമാണ്. പക്ഷെ കൈ കാശ് വേണ്ടേ? പിന്നെ പറഞ്ഞതുപോലെ ചെയ്യണം. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. ഒരു കാര്യമുണ്ട് ലൂക്കാച്ച, വെറും ചുമട്ടുകാരനാണെന്ന് ഒരിക്കലും 1000 കുറഞ്ഞൊന്നും നോട്ടമില്ല. അതോ ചേട്ടൻ പറഞ്ഞത് അതിന്റെ കാര്യം. പിന്നെ എന്നാന്ന് വെച്ചാൽ ലൂക്കച്ചന് നമ്മൾ തമ്മിലുള്ള ഇരിപ്പിനെ ഓർത്തിട്ടാ. പണമല്ല അങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഒരു 750 രൂപയും നടപടിയും കല്യാണം ഇന്ന് അങ്ങ് നേർച്ചപ്പെടുത്താം. പിന്നെ ആ പെങ്കൊച്ചിനെ എനിക്ക് നന്നാ പിടിച്ചു. ഇവിടുത്തെ ഈച്ച അപ്പൊ എന്നാ വെച്ചു? കാര്യം അങ്ങ് തീർച്ചപ്പെടുത്തി. അടുത്ത വ്യാഴാഴ്ച കൂട്ടിച്ചോദ്യം, പിന്നത്തെ ഞായറാഴ്ച പണം കൊട, 3 വിളിച്ചുവല്ലേ. ഇന്ന് ഞായർക്ക് ഞായർ 28, തിങ്കൾ 29, തിങ്കളാഴ്ച കല്യാണം. അപ്പൊ പണം കൂടെ ഞായറാഴ്ചയാ? എന്നാ തീർച്ചപ്പെടുത്തിയത്? ഒന്നും ഉണ്ടായിട്ടല്ല. ഉണ്ണുന്നെങ്കിൽ പണം കൂടെ അന്നത്തെ ഊണുണ്ണണം. 500 രൂപ. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ പറമ്പങ്ങ് വിൽക്കണം. ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന എന്നാ ഫലം? പറമ്പ് വിറ്റേച്ചു എങ്ങോട്ട് പോകാനാ നീ പറയുന്നേ? ഭൂമി വരുന്നതാ, ആരോട് ചോദിച്ചാലും ഒരു പെര വെക്കാനുള്ള സ്ഥലം കിട്ടും. ആ മലയക്കാർക്കാണെങ്കിൽ എന്തുമാത്രം പുരയിടങ്ങൾ കിടക്കുന്നു എന്ന് തന്നെയല്ല. പറമ്പ് വിറ്റേച്ച് എന്നെ കെട്ടിക്കണ്ടാപ്പാ. ഓടിയപ്പുറത്ത് അഭിപ്രായം പറയാൻ നിന്നെ വിളിച്ചോ? ഒന്ന് ചെവിതല കേക്കട്ടെ എന്ന്. ആ വെണ്ടർകുട്ടിയാണ് ഈ പറമ്പ് നിമിത്തമാണ് നമ്മൾ. പോടാവിടം. ഒന്ന് വേഗം അലക്കിയിട്. എന്നിട്ട് ഇച്ചിരി എണ്ണ വരട്ടി നീ ഒന്ന് പൊളി പെണ്ണേ. ഇതെന്നാ കളിയാ കൊച്ചമ്പ്രാട്ടി? ആ കുന്ത്രാണ്ടത്തിന്റെ കുടുകൂടി ശബ്ദം കേൾക്കുമ്പോ കൊച്ചമ്പ്രാട്ടിക്ക് എന്നാ ഇത്ര നേരാണോ? കൊച്ചമ്പ്ര ഇങ്ങോട്ടാ മരുന്നേ. എന്നാ ദൈവേ ഏൻ പോണു? ചിന്നമ്മ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്തിന്? ഈ പാടാത്ത പൈങ്കിളിയെ കാണാൻ. പാടുന്ന പൈങ്കിളി ഉണ്ടല്ലോ വേറെ. അതിരിക്കട്ടെ, പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്താ വരാതിരുന്നത്? ഞാൻ വന്നിരുന്നു. അന്നേരം തങ്കത്തിന് അവിടെ ഇല്ലായിരുന്നു. എങ്കിലും ഇന്നാൾ വഴി വെച്ച് കണ്ടിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ ധൃതി പോയായിരുന്നു. ഞാൻ തങ്കത്തെ ഒന്ന് വിളിച്ചതും കേട്ടില്ലേ? ഞാൻ കേട്ടില്ല. പിന്നീടാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്തുകൊണ്ടാണ് ചിന്നമ്മ എന്നോട് പറയാതിരുന്നത്? ചിന്നമ്മയ്ക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. പക്ഷേ. എന്താണ് പക്ഷേ? ഞാൻ എന്റെ നില അറിയണ്ടേ? വലിയ തത്വജ്ഞാനിയാണല്ലോ ആള്. ഞാൻ വിചാരിച്ചു കൈ സുഖപ്പെടുത്തിയതിന് ചിന്നമ്മ എന്നോടൊരു നന്ദി വാക്കെങ്കിലും പറയുമെന്ന്. വിരൽ നോക്കട്ടെ. അപ്പൊ ഞാനൊരു നല്ല ഡോക്ടറാണല്ലോ. ഈ വിരൽ സുഖപ്പെടുത്തണ്ടായിരുന്നു. എന്താ? എന്റെ കല്യാണമെല്ലാം ഉറച്ചു. എന്റെ കല്യാണത്തിന് വരണം. ഞാൻ അറിയിക്കും. അമ്മ വിളിക്കുന്നു. തുണി ഉണങ്ങാതെ വരാൻ ഒക്കുമോ മോനെ? കണ്ണെന്നാ ചേർന്നിരിക്കുന്ന? അത് ഈച്ച പോയതായിരിക്കും. മോൻ കുളിച്ചോ? നീ അപ്പൻ്റെ കൂടെ പോകുന്നില്ലേ? ആരാ മനുഷ്യൻ? അതൊരു മനുഷ്യൻ. അയാൾ അമ്മ എന്നതാ പറഞ്ഞതോ? പിന്നെ അയാൾ പിന്നെന്നാണോ പറയുന്നത്? നീ കണ്ടോ മനുഷ്യൻ മോട്ടോർ സൈക്കിളിൽ കയറുന്ന? ആള് വീഴത്തില്ലേ? മോനെ തട്ടി വീഴുന്നു. പോരാ ചേച്ചി, അമ്മച്ചി ധൃതി വരുന്നു. എന്തിനാണോ വന്നത്? കല്യാണം കഴിക്കാൻ ഇതൊക്കെയാണ് ഈ ബുദ്ധി പറഞ്ഞത്. ആ വിരുന്നുകാരൻ തൈലാനാര് പറഞ്ഞു കാത്യം പിടിച്ചോ കല്യാണം കഴിക്കാൻ. ഇങ്ങനെ വരുമെന്ന് ആരറിഞ്ഞു? നമ്മളെ അടി എന്റെ കഷ്ടകാലം. കുടിക്കുന്നെങ്കിൽ കുഞ്ഞാണ്ടമ്മയുടെ കാപ്പി കുടിക്കണം. ആ ഉണക്ക ലൂക്കാ സാറിന്റെ മോടെ കല്യാണം ഉറപ്പിക്കാനൊന്ന് പോയി ഒരു ശകലം ചക്കരക്കാപ്പി തരണല്ലോ. ചക്കരക്കാപ്പി. ആ പെണ്ണിന്റെ കല്യാണമൊക്കെ ഉറച്ചോ? ഓ, മിക്കവാറും ഉറച്ചിരിക്കുക.
എന്റെ കുഞ്ഞാണ്ടമ്മേ, ഇത്രയൊരു പിഴപ്പെട്ട പെണ്ണ്. താൻ പോടോ, ചുമ്മാ അനാവശ്യം പറയാതെ. അവള് നല്ലൊരു പെങ്കൊച്ച. സ്വഭാവം മഹാ ചീറ്റിയാ കുഞ്ഞാണ്ടമ്മേ. അല്ലേലും ഈ വെളുത്ത് ചുമന്നിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെ. എന്നാ നമ്മുടെ ലൂസിമ്മ കേട്ടോ, ഇത്ര തങ്കപ്പെട്ട ഒരു പെങ്കൊച്ച്. സ്വഭാവമോ തള്ളയുടേത് തന്നെ. അപ്പൊ ഞാനൊന്ന് ഇറങ്ങിച്ചു വരാം. നിൽക്കവിടെ. താൻ എന്തോന്നാ താഴ്ചയിൽ ചിന്നമ്മയെ പറ്റി പറഞ്ഞത്? അവിടെ കാര്യം എന്തു പറയാനാ? എന്റെ പൊന്ന് തങ്കച്ച, അവളെപ്പോലെ ഇത്രയൊരു പിഴപ്പെട്ട പെണ്ണ് ഈ കരയെ ജനിച്ചിട്ടില്ല. ചുമ്മാതാണോ ഈ കരയെ മഴ പെയ്യാത്തത്? എന്തു പറഞ്ഞു? ഇവിടെ ലൂക്കാസാറല്ലേ ഇവിടെ? ഇവിടെ ഇല്ല. മകൾ എവിടെ പോയി? അവള് ചന്തയിലും കണ്ടു പോയിരിക്കുക. കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരെന്ന് ചോദിച്ചാ എന്തിനാന്ന് ചോദിച്ചാ ചുമ്മാ എന്നാ ബിസ്ക്കറ്റ് വേണ്ട. അയ്യോടാ, അല്ലേ കൊച്ചുനാട്ടി? ആ കൊച്ചു നാലാര് തന്നെ എന്തോന്നാ? ഇതാ നാലാരെ ബിസ്ക്കറ്റാ. എനിക്ക് മോളെന്നാ ഇത്ര താമസിച്ച്? തങ്കച്ചൻ വന്നിരുന്നു. തങ്കച്ചനോ? നല്ല തങ്കച്ചനോ? നീ എന്തിയെന്ന് ചോദിച്ചു. നേര് പറ കൊച്ചുമ്മ. പടച്ചനാണ് നേരാണ്. അമ്മേ, മലയിലെ തങ്കച്ചൻ വന്നിരുന്നു. അമ്മ എവിടെ? നീ എവിടെ ആയിരുന്നു വേണ്ട ഇത്ര നേരം? തങ്കച്ചൻ എന്നാ പറഞ്ഞമ്മേ? ചെന്ന് അന്വേഷിക്കേ. ഇതിനെന്നാടി വില? 2 അണ. എന്തിനമ്മേ തങ്കച്ചൻ വന്നത്? അറിയാ എന്നാ വേണം പറഞ്ഞത്? ചായയോ കാപ്പിയോ നാരങ്ങ വെള്ളോ? അല്ലേ വേണ്ട, കൈ കഴിക്കാൻ എന്റെ ചോറുണ്ട്. ആരാണ് അവിടെ? ഈ അളിയനും കൊച്ചിനോട് ചോറ് കൊടുത്തേ. എന്റെ അളിയൻ ഇവിടെ വിരുന്നുകാരെ കൊണ്ട് മടുത്തു. ആരെ കൊണ്ട് കഴിയും ദിവസവും 10-30 പേർക്ക് വെച്ചു വിളമ്പി കൊടുക്കാൻ. അതിനുള്ള യോഗം ഉണ്ടല്ലോ കുഞ്ഞെ നിനക്ക്. അതെ അതെ, നല്ല യോഗമാണ്. എനിക്കൊന്ന് മരുന്ന് തരാൻ നേരമില്ല. എന്നാ ഞാൻ ഇതൊക്കെ തരിക. ഇതാ ഇവിടെ വെയ്. എന്നാ ഊണ് കഴിച്ചിട്ടളിയാ. അല്ലാതെ പിന്നെ അതിനാ വല്ല പണത്തിനായിട്ടായിരിക്കും. ചെറുക്കനെന്താ ജോലി? വീട് തീർപ്പായിരുന്നു. ഇനിയിപ്പോ ഒരു ചെറിയ മുറുക്കാങ്കടയൊക്കെ തുടങ്ങണമെന്നാ. എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. അളിയാ, നമ്മുടെ അന്തസ്സിന് തീരെ പറ്റത്തില്ല. സ്ത്രീധനം എല്ലാം കൊടുക്കണം. 500 രൂപയും ആഭരണമെന്നാ. എന്റെ കയ്യിൽ ഒരു വശവുമില്ല. പോത്തച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായത്തിന് പോത്തച്ഛൻ വേണം. ഇത്ര സ്നേഹമുള്ള വല്യവങ്ങള്. എന്റെ അമ്മ കാല കുത്തൂറ് കണ്ട് ആശുപത്രി കിടന്നിട്ട് ഈ അളിയിരുന്നതിന് ഒന്ന് തിരിഞ്ഞു കയറായിരുന്നല്ലോ. ഞാൻ എന്തെങ്കിലും തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. എനിക്കിപ്പോ അതിന് സമ്മതമില്ലെങ്കിലും പെണ്ണിനെ കെട്ടിക്കാൻ നിവൃത്തിയില്ലെങ്കിലും ഞങ്ങൾ എന്നാ വേണം? ഇവിടെ ഒറ്റ കാശ് പോലും കിട്ടത്തില്ല അളിയ. കാറ് വന്നു, സർക്കസ് തുടങ്ങാറായി. നമ്മൾ വരുന്നുണ്ടോ? വാ പോവാം. അളിയൻ വരുന്നില്ല? ഇല്ല പൊത്തച്ഛ. തൊമ്മി, നീ വരുന്നോടാ? ഇതിനകത്ത് അടവില്ല. നീ അങ്ങ് വന്നേ. അങ്ങോട്ട് ഇറങ്ങി നമുക്ക് വണ്ടി പിടിച്ചു മാറ്റാം. സർക്കസിന് നേരെ ഡ്രൈവർ, പൊറോട്ട പൊറോട്ട വലിക്കേ. പിടിക്കേ. പിടി പൊറോട്ട വലിയടാ. വലിക്കാൻ പൊറോട്ട. ആരു നീ അഗതിയോ അലയുമെൻ
പിച്ചക്കാരാ. എങ്ങനെ എവിടെ നിന്നെത്തിയതാണേ ഡൊയ് 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 ഡൊയ്. എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ ഡൊയ് 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 ഡൊയ്. എങ്ങനെ എവിടെ നിന്നെത്തിയതാണേ ഡൊയ് 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 ഡൊയ്. എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ ഡൊയ് 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 ഡൊയ്. ഓടുമെടുത്തു നടന്നാലെന്തേ നിങ്ങളുടെ നാട്ടിൽ ഒരു പിടി അന്നം തരുവോരില്ലേ പിച്ചക്കാര. ഓടുമെടുത്തു നടന്നാലെന്തേ നിങ്ങളുടെ നാട്ടിൽ ഒരു പിടി അന്നം തരുവോരില്ലേ പിച്ചക്കാര. അടികളിൽ മുട്ടി പാടും നേരം പട്ടിയെ വിട്ടു വിരട്ടാറുണ്ടോ? ഓടയിലൊരു വയറൊട്ടിത്താണു മേടയിലൊരുവന് കുടവയർ വന്നു. തെണ്ടികൾ തെണ്ടികൾ എന്നാലെന്തേ ദൈവം പോലും തെണ്ടിയതില്ലേ? പട്ടിണി തീർപ്പാൻ ചട്ടിയെടുത്തു പിച്ചക്കാരൻ. കിട്ടിയ മുതൽ പെരുക്കാൻ തെണ്ടി വൻപണക്കാർ. കണ്ടവരുടെ മുതൽ കൊണ്ടുവളർന്നേ തെണ്ടികൾ ചില നിലയൊക്കെ മറന്ന്. അങ്ങനെ അങ്ങനെ ആശ വളർന്ന് എന്നും കണ്ടല് എവിടെയും കണ്ടല്. ശംഭോ ശങ്കര പാടി വരുവൻ താടിയും കെട്ടി തമ്പൂരുമിട്ടി താളം കൊട്ടി. കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നി കൊന്നി തെണ്ടി നടക്കും. കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നി കൊന്നി തെണ്ടി നടക്കും. കരണവുമിട്ടൊരു ഹനുമാനെ പോൽ കണ്ണേ പൊന്നേ എന്ന് വിളിച്ച് പട്ടിണി തീർപ്പാൻ പൈസ കിടക്കാൻ സ്വസ്ഥം സ്വസ്ഥം. പിന്നെ പാട്ടും കൊട്ടും കളിയും ചിരിയും സ്വന്തം സ്വന്തം. പട്ടിണി തീർപ്പാൻ പൈസ കിടക്കാൻ സ്വസ്ഥം സ്വസ്ഥം. പിന്നെ പാട്ടും കൊട്ടും കളിയും ചിരിയും സ്വന്തം സ്വന്തം. വീടില്ലാത്തോർക്കെല്ലാ വീടും സ്വന്തം തന്നെ. കാശറ്റവനി ഖജനാവെല്ലാം കയ്യിൽ തന്നെ. നാമൊരു മതമാണി ഇതൊരു ജാതി നമ്മെ കണ്ടു പഠിക്കുക നീതി. നാമൊരു മതമാണി ഇതൊരു ജാതി നമ്മെ കണ്ടു പഠിക്കുക നീതി. എങ്ങനെ എവിടെ നിന്നെത്തിയതാണേ പിച്ചക്കാര. എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ പിച്ചക്കാര. തുമ്മി തുമ്മി തുമ്മിയേ തുമ്മി എവിടെ? തുമ്മിയേ തുമ്മിയേ. അതിയാണിപ്പോ വഴി കിടന്ന് നനയുക. വെള്ളം തൂത്തടിച്ച് വേണം. അമ്മച്ചി ഒന്ന് കിടക്കാമേ. എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ. എന്റെ പൊന്നു മോനെ, നീ ഇവരെവിടെ വെച്ച് കണ്ടു? കവലെ വെച്ച് കണ്ടേ. വല്യമ്പരാന്റെ മേത്ത് നല്ല ചൂടാന്നേ. അയ്യോ എന്നിട്ടേ ആ പോത്തച്ഛൻ രൂപ തന്നു. തന്നടി തന്നു. ഞാനൊരു തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ രൂപ. അപ്പ ദേഹം എടുക്കാതപ്പ. അമ്മച്ചി പറഞ്ഞതിന്റെ കൂട്ട് അപ്പനും ഇരുന്നിട്ട് ചോദിച്ചാ പോരെ വിശേഷങ്ങളൊക്കെ. അതിന് ഞാൻ എന്നാ പറഞ്ഞിട്ടാ ഇരിയാൻ എന്നെ തൊഴിക്കാൻ വരുന്നേ? രൂപ കിട്ടിയോന്ന് ചോദിച്ചോ, കുറ്റവായിപ്പോ. എന്റെ പൊന്നമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കും. പോയിട്ട് എന്തായി? രൂപ കിട്ടിയില്ല മോളെ. അയ്യോ, പിന്നെ എന്ന് തരാമെന്ന് പറഞ്ഞു?
വസ്തു എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ചുമ്മാണ്ടല്ലോ. ആങ്ങളെയാണെന്ന് വെച്ച് 10-700 രൂപ അങ്ങോട്ട് ഇന്ന് രൂപ താന്ന് പറഞ്ഞാൽ വല്ലതും തരുമോ? ഇത് നല്ല കൂത്ത്. എടി ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ. ചെവിയുടെ അടുത്ത് വന്നിരുന്നോണ്ട് ചീവൂട് പോലെ ചിലക്കാതെ എന്ന്. കാര്യം പറയുമ്പോ ഇതിയാന് ദേഷ്യവാ. എന്റെ പൊന്നമ്മച്ചി ഒന്ന് എണീറ്റ് പോ അവിടുന്ന്. വർത്താനം പറയാൻ പോലും മേലാതിരിക്കുന്ന അപ്പനെ വെറുതെ ദേഷ്യപ്പെടുത്താതെ. എന്റെ കർത്താവേ, ഇനി എന്തോന്നാ ചെയ്യുന്നേ? കാപ്പി ഇനി വേഗം കൊണ്ടുവന്നേ മോളെ. എഴുതിക്കോ. കഷായത്തിന് കോലരക്ക്, ചുക്ക്, മഞ്ഞൾ. വായിക്കേ. കഷായത്തിന് കോലരക്ക്, ചുക്ക്, മഞ്ഞൾ, നല്ല മുളക്, കുറുന്തോട്ടി വേര്, മാതളനാരകത്തോട്, ചെറുതേക്കിൻ വേര്, അമൃത്, കൊട്ടം, കുടംപുളി, പുലിനഖം, കാണപ്പൊടി ഇവ 2 കിഴഞ്ച് 2 ടങ്ങഴി വെള്ളത്തിൽ വെന്ത് ഇരുന്നാഴിയാക്കി അരത്തുടം വീതം ഇന്ദുപ്പും ശർക്കരയും മേമ്പടി ചേർത്ത് ദിവസം 4 നേരം സേവിക്കുക. തളത്തിന് മതി വൈദ്യരെ, പത്തി വന്നതാ. ഇനി ഒരു അരിഷ്ടം, ആസവം, നെയ്യ്, എണ്ണ ഇവ കുറിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എന്താ? ഇച്ചിരി പുട്ട് തന്നെ. നിൽക്കേ. അയ്യോ എന്റെ പഠിച്ചോനെ, ഇതെന്തൊരു കൂടോത്രം? ആ എട്ടപ്പാന്റെ കൂടോത്രമായിരിക്കും. അവൻ കാശ് വെച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ശരിയാന്നേ. ഏതും കണ്ടേ നാനാര് പോണത്. ഈ കണക്കിലെ കൂട്ടുവച്ചാടം നടന്നത് തന്നെ. എന്റെ മൈല, അവനെ ഒന്ന് വിളിക്കാമോ? അടുത്ത പറമ്പിലേക്ക് കയറുന്ന കണ്ടു. ഒന്ന് നോക്കിയിട്ട് വരട്ടെ. എന്താ കൂടോത്രക്കാരാ? എന്റെ പൊന്നച്ഛൻ പടച്ചനെ വിചാരിച്ച് നീ ഇത്ര വേല ഞമ്മട്ട കാണിക്കുന്നു. എന്നാ സഹോദര സ്വന്ത ജാതിയിതെന്ന ചിന്തയിലെന്തു മെച്ചം കണ്ടു നീ ബന്ധുവിൻ ഗൃഹമാശ്രയിച്ചതിൽ എന്തു നേടിയതിന്നു നീ സഹായം നൽകി ആർക്കതിനെന്തു ലാഭമിയെന്നകോ നീ സഹായം നൽകി ആർക്കതിനെന്തു ലാഭമിയെന്നകോ നീ മനസ്സിൽ നിനച്ചതെന്ത് ലഭിച്ചതെന്തു സഹോദരാ ചിറകൊടിഞ്ഞൊരു തള്ളയും പൂഞ്ചിറകഴ പൈതങ്ങളും എന്റെ കൊച്ചേലി
ചന്തയിൽ മീനിന് തീ പിടിച്ച വിലയാ. ഞാൻ ശകലം ഉണക്കയാ മേടിച്ച്. വാ ഇരി. സാറിന് എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ല കൊച്ചുമ്മ. എന്റെ പടച്ചോനി, അത് ഞാൻ ഒരാപത്തും വരുത്തല്ലേ. എന്റെ കൊച്ചുമ്മ, അത് ഞാൻ വല്ലതും വന്നുപോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ടെടുത്തോണ. മോളെ കെട്ടിച്ചില്ലെന്നേ ഉള്ളൂ. കൊച്ചുമ്മ, ഞാൻ ചത്തിട്ടേ അറിയാൻ മരിക്കാവൂന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മരണസമയത്ത് എന്റെ കണ്ണുകൾ അതിയാന്റെ കൈകൊണ്ട് തിരുമ്മി അടയ്ക്കണമെന്നാ കൊച്ചുമ്മ എന്റെ ആശ. എന്റെ 14ാമത്തെ വയസ്സിൽ ഈ കഴുത്തിൽ മിന്നുകെട്ടിയ ആ കൈകൊണ്ട് എന്റെ കർത്താവിൽ എനിക്ക് വേറൊരു ആശയമില്ല. കേട്ടോ കൊച്ചുമ്മ? കാര്യം ചെയ്യും, ഈക്കിലൊടിച്ച് കാലിലിടും, അല്ലെ കിളുത്തെ അടഞ്ഞു പോകും. ഞാൻ പോയിച്ച് പിടിയുന്ന വരാം. കൂട്ടിച്ചോദ്യം ഉടനെ നടത്താമെന്നാ കുഞ്ഞാണ്ടമ്മ പറയുന്നത്. കേട്ടോ കുട്ടിച്ച, കുഞ്ഞാണ്ടമ്മയെ പോലെ ഇത്ര തങ്കപ്പെട്ട ഒരു പെണ്ണും പിള്ളേ ഞാൻ എന്റെ ആയുസ്സി കണ്ടിട്ടില്ല. ഇയാൾ ഇത്രയൊന്നും പറയണ്ട. എന്നെ പറ്റി മനുഷ്യൻ അങ്ങനെ തന്നെയാ പറയുന്നത്. അല്ലെ താമസ് അന്വേഷിച്ച് നോക്കിക്കേ. ഉറവച്ച് ഒഴിച്ചല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊള്ള ഉറവച്ച് കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിൽ അങ്ങനെ പറ. ഇവളെ പോലെ ഡീക്കടിക്കുന്ന ഒരു പെമ്പറന്നവരെ എന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ കുടുംബക്കാരെ അല്ലേലും വലിയ തണ്ടുകാരാ. ഓ, നിങ്ങളുടെ കുടുംബത്തെക്കാളൊക്കെ നല്ലതാ ഞങ്ങളുടെ കുടുംബം. അല്ലെങ്കിൽ ആരുടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിക്കേ. കേട്ടോ പിലിച്ചേട്ടാ, മാർത്തോമാശ്ലീഹ ഇവിടെ വന്നപ്പോ ഇവരുടെ കുടുംബക്കാരാ കേറിക്കിടക്ക ഇടം കൊടുത്തത്. പിലിച്ചേട്ട കേട്ടിട്ടില്ലയോ? ഇത്ര ഇരിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ 2 അച്ഛന്മാരുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ചു ഇവരുടെ കുടുംബത്തിൽ എത്ര അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഉണ്ടെന്ന്. അച്ഛനും കന്യാസ്ത്രീ ഉണ്ടെങ്കിൽ നല്ല കുടുംബക്കാരാകത്തുള്ളൂ. എന്താ പിലിച്ചേട്ടാ? ഒന്നുമില്ല. എല്ലാ ചുമ്മാരി എന്റെ കുടുംബത്തിന്റെ പൊണ്ണക്കാര്യം പറയാതെ. അവർക്ക് തല ചെയ്യാൻ കണ്ട സ്ഥലം മുതുക്കായിട്ടും സുന്ദരിയമ്മ. എനിക്ക് അത്ര മുതുക്കൊന്നും ആയില്ല. ഇല്ലേ പിലിച്ചേട്ടാ? ഈ കസര ഒടിച്ചുകളല്ലേ കർത്താവിനെ ഓർത്ത് നീ ഇവിടെ ഇരുന്നു. എനിക്ക് അങ്ങനെ കനവൊന്നുമില്ല. ഇല്ല. അവളോട് അപ്പഴേ പറഞ്ഞ കുടുംബക്കാരി എന്റെ നടു ഒടിച്ചു. വീഴുന്നെങ്കിൽ കസേരയെന്ന് വീഴണം. കൊച്ചുമ്മ, അയാളെ ഇങ്ങ് വിളിക്ക. അല്ലേ ചേച്ചി, ആടിനെ വിൽക്കണ്ടേ? അപ്പന് മരുന്ന് മേടിക്കണ്ടേ മോളെ? അപ്പനേക്കാൾ വലുതാണോ ആട്? നമുക്ക് കാശുണ്ടാകുമ്പോ വേറെ ആടിനെയും കുട്ടിയെ മേടിക്കാം. വേണ്ട വേണ്ട. അല്ലേ വന്നേ. എന്തിനെ? വാ. ആടിനെ പിടിച്ചോണ്ട് പൊയ്ക്കോ മുതലാളി. ഇപ്പൊ അങ്ങനെ നോക്കാൻ വല്ലതുണ്ടോ? എന്നെ ദൈവേ, എന്നെ കാശുണ്ടായിരുന്ന മേടിച്ചോണ്ടേന്. ഞാൻ ആടിനെ തരത്തില്ല. നീ മാറിപ്പോടി. നീ ഇത്ര മണ്ടിയാണോ? കുട്ടിയെങ്കെ ആ പരിയത്തെങ്ങാനും കാണാം. ദേവി ഒന്ന് പിടിച്ചു കൊടുത്തേ. പിന്നെ എവിടെ പോയി? കൊച്ചമ്പ്രാട്ടി ഇവിടെ ഉണ്ട്. മോനെ, ആട്ടിൻകുട്ടി ഇങ്ങ് തന്നേരം മോനെ. എന്റെ മോനല്ലേ വേണ്ട മുതലാളി, ആടിനെ കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാ കൊച്ചമ്പ്രാട്ടി? പറഞ്ഞ വിലക്ക് കൊടുക്കുമോളെ. ഞാൻ ആശുപത്രി പോയിച്ചാ വരും. പടച്ചും കൃപ ചെയ്താൽ ഇനിയും നമുക്ക് ആടുണ്ടാവും. വേഗം കൊണ്ടുപോയിക്കോ. എന്റെ മോനിങ്ങ് പോരെ. മോനെ മിഠായി മേടിക്കാൻ. എനിക്ക് ആട്ടുംകുട്ടിയാൻ തന്നേച്ചാല്. എന്താ കുടുന്തേൽ? കൊച്ചുമല്ലാളി ഒന്ന് കാണാമെന്ന് വെച്ചാ. വെള്ളപ്പൊക്കം കൊണ്ട്. ശരി. ഇത് വേഗം വാങ്ങിച്ചുകൊണ്ട് വരും, ഒട്ടും താമസിക്കരുത്. അപ്പന് സൂക്കേട് വളരെ കൂടുതലാണ്. മരുന്ന് മേടിക്കാൻ 30 രൂപ വേണം. ഞാൻ എന്താ ചെയ്യാനാ? എന്നാ പുരക്ക് കുറെ നെല്ലിരിപ്പുണ്ട്. ഞാൻ വിറ്റ് നാളെ കായ് തരാം. അത് പോരല്ലോ, ഇപ്പൊ വേണം. കൊച്ചുമ്പാട്ടി ഒരു കാര്യം ചെയ്യും. മലയിലെ വല്യമ്പാട്ടോട് ചോദിച്ചാൽ രൂപ കിട്ടും. അത് വേണ്ട ദേവി. 30 രൂപ. അത് ആ പാവപ്പെട്ട കന്യകയെ ഒരു യാചകയാക്കി. പകലന്തിയോളം പാടുപെടുന്ന പരമദരിദ്ര കാട്ടൂക്കാരി ഉമ്മ
അവരുടെ അന്നോളമുള്ള സമ്പാദ്യം പൂർണ്ണ ഹൃദയത്തോടെ ചിന്നമ്മയെ ഏൽപ്പിച്ചു. പിതാവിന്റെ ജീവൻ, അത് ലോകത്തിലുള്ള എല്ലാ ജീവനെയും അവൾക്ക് വിലയുള്ളതായിരുന്നു. കണ്ണുനീരിന്റെ കൈക്കുമ്പിളുമായി അവൾ ഓടുകയാണ്. വിയർപ്പുകൊണ്ട് മണ്ണിനെ നനയ്ക്കുന്ന കൃഷീവലൻ എത്തപ്പാൻ അവനാലാവത് അവളെ സഹായിച്ചു. അങ്ങനെ അവൾക്ക് കിട്ടിയത് 6 രൂപയാണ്. ഇനി 24 രൂപയാണ് വേണ്ടത്. ദാനം ചെയ്ത് ദരിദ്രനായ ഈ ചെറുപിള്ള മാത്രമേ ഇനി അവസാന ശരണമായുള്ളൂ. പറയൂ, എന്താ വിശേഷം? എന്തിനാണ് അമ്മച്ചി വിളിച്ചത്? ചേട്ടത്തെ കണ്ടിട്ട് കുറച്ച് രൂപ കടം ചോദിക്കാനാണ്. അപ്പന് മരുന്ന് മേടിക്കാം. ലൂക്കാസാൻ എന്ത് പറ്റി? അപ്പൻ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. 2-3 ആഴ്ചയായി. ഒരു കുറവുമില്ല. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയിക്കൊള്ള. ഒടുവിൽ കഷ്ടം. എന്താ സോക്കട്? ജ്വരമാ. തല തോർത്തു. ചേട്ടത്തെ ഒന്ന് വിളിക്കണമല്ലോ. പനി പിടിക്കാതിരിക്കട്ടെ. എത്ര രൂപയാ വേണ്ടത്? രൂപ ഞാൻ തന്നാൽ പോരെ? ഈ രാത്രിയിൽ അമ്മച്ചി ശല്യപ്പെടുത്തണം. എങ്കിലും ചിന്നമ്മേ, ഈ രാത്രിയിൽ കൊടും കാറ്റിലും മഴയിലും തനിച്ചു വന്നു കളഞ്ഞല്ലോ. കുറെ പാലേ വരാൻ പാടില്ലായിരുന്നു. അവസാനമായി ഒരു മരുന്നുകൂടി കൊടുത്തു നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് 30 രൂപ വിലയാണ്. എനിക്ക് ഈ ജീവിതത്തിൽ ആശിക്കാനൊന്നുമില്ല. ആശിച്ചാൽ ഫലമില്ലെന്നും എനിക്കറിയാം. നിൽക്കൂ. എനിക്ക് 24 രൂപ മതി. ഞാൻ ആ സമയത്ത് വന്ന് ശല്യപ്പെടുത്തിയത്. സാരമില്ല, ഞാൻ പോട്ടെ. ചേട്ടത്തോട് പറഞ്ഞേക്കണേ. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. തീർന്നിട്ട് പോയാ പോരെ? മഴ സാരമില്ല. പറഞ്ഞാ കേൾക്കാത്തതിന്റെ അനുഭവം. ആരാ പിള്ളേത്? കൊച്ചമ്പ്രാട്ടി. എന്നെ ദൈവേ, ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു വല്ല എച്ചിയും വേണ്ട ക്രാത്തിയെ തട്ടിക്കൊണ്ട് പോവാനെ കൊണ്ട് വന്നതാണെന്ന്. കൊച്ചമ്പ്രാട്ടി എന്നാ വന്ന് ഈ നടുപ്പാതിരാ നേരത്ത് അടിയങ്ങൾ പേടിച്ചും വിറച്ചിരിക്കുക. അയ്യോ കൊച്ചമ്പ്രാട്ടി, അങ്ങ് ആ തീക്കലോട്ട് മാറി വെക്ക്. താത്തേ, ആ പുട്ടിലെങ്ങ ഇട്ടുകൂടെ? മല്യമ്പ്രാനെ തീനവും തെണ്ണുമാണെന്ന് കേട്ടു. എങ്ങനെ ഇരിക്കണ കൊച്ചമ്പ്രാട്ടി? ഏതൊന്ന് ആശുപത്രിയിലോട്ട് പോണമെന്ന് വിചാരിച്ചിരിക്കുക. ഈ പറഞ്ഞതിന്റെ കൂട്ട് മയച്ചിന്ന് ഒരു കേറ്റം. ഞാൻ എന്റെ കുഞ്ഞാലും മൂപ്പ ആ മലയിലെ വീട് വരെ ഒന്ന് പോയി. അപ്പന് സൂക്കേട് വളരെ കൂടുതലാണ്. ഒരു മരുന്ന് മേടിക്കണം. അതിന് രൂപ കഴിഞ്ഞില്ല. എങ്കിലും ഈ ശാസ്ത്രിയിൽ ഇറങ്ങി നടന്നു കളഞ്ഞല്ലേ. എന്നാ പേടിക്കാനാ ദേവി? അപ്പന്റെ ജീവനേക്കാൾ വലുതായി എനിക്ക് വല്ലതുമുണ്ടോ? എന്നിട്ട് രൂപ കിട്ടിയോ കൊച്ചമ്പ്രാട്ടി? കിട്ടി.
തങ്കച്ചൻ രൂപ തന്നു. വെട്ടം കണ്ടോണ്ട് ഇങ്ങോട്ട് കയറുക. അപ്പൊ ഞാൻ പോട്ടെ ദേവി. എന്താ മൂപ്പൻ ഊത്ത് പിടിക്കാൻ പോകുന്നുണ്ടോ? കൊച്ചമ്പ്രാട്ടി ഒച്ചയ്ക്ക് പോകണ്ട. എച്ചിയും അറോലയും ഒക്കെ ഇറങ്ങി നടക്കണ നേരമേ ചോരയും നീരുമുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ട്. അതുങ്ങൾ ഈന്തി കുടിച്ചോളെ. എന്റെ മോളൂടെ കൊച്ചമ്പ്രാട്ടിയുടെ കൂടെ പോ. ആ കുട്ടിലും എടുത്തോണ്ട്. പറഞ്ഞത് കേട്ടില്ലയോ? കല്യാണത്തിന്റെ തീയതിയും പറ്റി ഉറപ്പിക്കാൻ. അത് ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ട. എന്റെ ചിറ്റപ്പന്മാർക്കും കാരണവന്മാർക്കും ഒക്കെ സമ്മതമാണ്. ഇനി നീ സമ്മതിച്ചാ മതി. കുറെ കഴിഞ്ഞിട്ട് പോരേ? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടോ? ലൂസിയ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്നൊന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ അമ്മച്ചിന്നെ പറഞ്ഞാൽ മതി. നിനക്ക് എന്താ ഇന്ന് ഇത്ര ഇടങ്ങേട്? എനിക്ക് ഇടങ്ങേടൊന്നുമില്ല. പിന്നെ ഇന്ന് പോയേച്ച് വന്നപ്പോ മുതൽ നിന്റെ മുഖത്തൊരു വിഷാദം. എന്തൊന്നടാ കാര്യം പറ. ഒന്നുമില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കും. നാളത്തെ കാറ്റത്തും മഴയത്തും വീണതായത്. ഓ, എന്തൊരു ഭയങ്കരമായിരുന്നു ആ രാത്രി. ഇത് നടന്നല്ല. ജീവനുണ്ടായിരിക്കും. ലൂക്കോസാറും സൂക്കയുടെ കുറവായില്ലേ? 3-4 ദിവസമായി കുറവുണ്ട്. അന്ന് ആ കാറ്റും മഴ ഉണ്ടായെന്ന് അപ്പൻ വളരെ കൂടുതലായിരുന്നു. ഞങ്ങളെല്ലാം വിചാരിച്ചപ്പൻ മരിച്ചു പോകുന്നു. സാറിന് സൂക്കേട് വന്നില്ലായിരുന്നെങ്കിൽ ചിന്നമ്മയുടെ കല്യാണത്തിന് മുമ്പ് നടന്നേനെ. ചികിത്സയ്ക്ക് ഇപ്പൊ ഒത്തിരി രൂപ ആയി കാണുമല്ലോ. 100 രൂപ ആയി കാണും. എത്രേ ഉള്ളോ? എവിടെ കിട്ടി രൂപ? പലരോടും കടം മേടിച്ചു. മലയക്കാരോടും കുറച്ച്. മലയക്കാരോടോ? ചിന്നമ്മയാണോ മലയിൽ പോയത്? അതെ. തങ്കച്ചൻ ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. കുഞ്ഞാണ്ടമ്മയില്ലായിരുന്നു? ഞാൻ കുഞ്ഞാണ്ടമ്മയെ കണ്ടില്ല. സിംഗപ്പൂരിന് പോകുന്നതിന് മുമ്പായിരിക്കും. കുടിഞ്ഞു പോയി. ഇതൊന്നും ചിന്നമ്മ ആരോടും പറയരുതേ. ഇല്ല. എന്നിട്ട് കേട്ടോ, പിന്നൊരിക്കൽ ഞാൻ തങ്കച്ചന്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഓടക്കുഴൽ വായിക്കായിരുന്നു. എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ പാടുന്നത്? ആര് കേൾക്കാനാണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് കൊച്ചുനാളിൽ സിംഗപ്പൂരിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനൊരു കളിത്തോഴി ഉണ്ടായിരുന്നു, ചിടിയ. അദ്ദേഹം ഓടക്കുഴൽ വായിക്കുമ്പോൾ അവൾ പാടുമായിരുന്നു. അവളെ അദ്ദേഹം പൈങ്കിളി എന്ന് വിളിച്ചിരുന്നു. അവളുടെ ആത്മാവ് കേൾക്കാനാണത്ര അദ്ദേഹം പാടുന്നത്. അവൾ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത്. എന്നെ പൈങ്കിളി എന്ന് ഒന്ന് വിളിക്ക് തങ്കച്ച എന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് സങ്കടം തോന്നുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഒരിക്കൽ ഞാൻ തങ്കച്ചന്റെ ഫോട്ടോ ചോദിച്ചു. ഞാൻ ആർക്കും കൊടുക്കുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ വിവരം എന്റെ കൂട്ടുകാരികളെ അറിയിച്ചു. അവരെനിക്ക് എഴുതി കല്യാണം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പകരം വിട്ടണമെന്ന്. ഓ, ഇനിയും കിടക്കുന്ന ഒത്തിരി പേർ കഴുത്തയക്കാൻ. കല്യാണത്തിന് ആഭരണങ്ങളൊന്നും തീർപ്പിക്കുന്നില്ലേ? ഇല്ല. കഴുത്തിലൊന്നും ഇടാൻ ചിന്നമ്മ പള്ളിയിൽ പോകുന്നത്? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പോട്ടെ. ചിന്നമ്മേ, കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകുന്ന ആഭരണമല്ലേ ഞാൻ തരാം കേട്ടോ. ആരാ മോനെ? ഞാൻ അറിയത്തില്ല. എന്നാ എന്നാന്ന് ചോദിച്ചാ ചുമ്മാ. ഇവന്റെ പേരെന്നാ? തൊമ്മിന്ന്. ചേട്ടന്റെ പേരെന്നാ? ചക്കരവക്ക. ചക്കരയോ? മധുരിക്കുമോ? മധുരിക്കോന്ന് ചോദിച്ചാ ചുമ്മാ മോനെ. കുഞ്ഞു പോയി ഇത്തിരി തീയും കാട്ടെടുത്തോണ്ട് വന്ന്. എനിക്ക് ഈ സിഗരറ്റ് ഒന്ന് കത്തിക്കാനാ. ഞാൻ കൊണ്ടുവരാം. വേണ്ട വേണ്ട, എന്റെ തീപ്പെട്ടി ഉണ്ട്. ഇപ്പൊ പണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ല. ദേ 5 രൂപയുണ്ട്. ഞാനൊരു ചിട്ടി ചേർന്നതാ. പെങ്ങളോട് പറയല്ലേ. ഇപ്പൊ പണത്തിന് ആവശ്യമില്ല. മേടിച്ച അമ്മാമ്മച്ചി ചിപ്പട. ഇയാടെ മുഖം എന്നാ അമ്മച്ചി കുരങ്ങു പോയിരിക്കുന്നത്? ചതിപ്രസംഗി. അമ്മച്ചി ഇങ്ങ് വരട്ടെ, ഞാൻ പറയാലോ. അമ്മച്ചി വേണ്ടങ്ങ് പോകാൻ പറഞ്ഞ ചെവി ഞാൻ പൊന്നാക്കും. എന്നാ പ്രാന്ത്?
ഇന്നാള് നമ്മളെ കണ്ട എത്തികളാണെന്ന് വിചാരിച്ച് ആ മൈലങ്ങളാത്തനും എത്തപ്പനാരും കൂടെ പേടിച്ചോടി തൊണ്ടുരുണ്ട് വീണു. കൊച്ചമ്പ്രാട്ടി അറിയാം? ഇല്ല. മെനച്ചിട്ട് തമ്പരാനെല്ലാം നല്ല സ്വഭാവമായോ? നാളെ പോവാമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ദൈവം സഹായിച്ചു കേട്ടോ തമ്പ്രാൻ. ആ കൊച്ചമ്പ്രാട്ടി അന്ന് നടുക്കുറ്റാം പാതരാക്കി ഒറ്റയ്ക്ക് മലയിലെ മംഗളാവി പോയി തങ്കച്ചൻ കൊച്ചമ്പ്രാനെ കണ്ട് രൂപയും മേടിച്ചോണ്ട് മരമ്പം ഏനിരുന്ന് ഊത്തവല കെട്ടുമായിരുന്നു. അന്ന് നമ്മുടെ ആയ കാലത്ത് എന്ത് ഊത്ത പിടിച്ചിരിക്കുന്നു കുഞ്ഞോല. അന്ന് ആ പുതിച്ചറ കണ്ടെത്തിന്ന് ഊത്ത പിടിച്ച ചിന്ന ഒറ്റയ്ക്കാണോ മലയിൽ പോയത്? അയ്യോ, തമ്പ്രാനൊന്നും അറിഞ്ഞില്ലയോ? ഞാനങ്ങോട്ട് പോട്ടെ തമ്പ്രാൻ. അപ്പ എന്താ പാപ്പന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? ഓ സത്യം, മാറി നിൽക്ക്. നീ എന്നെ തുടരുത്. പൊയ്ക്കോ എന്റെ കൺവെട്ടത്തുന്നു. നിനക്കെന്നെ കൊല്ലാമായിരുന്നല്ലോടി. അതായിരുന്നു ഇതിലും ഭേദം. ഇതിനാണോ നിന്നെ ഞാൻ പൊന്നിലെ പൂ പോലെ ദൈവം തന്ന നിധി പോലെ വളർത്തിക്കൊണ്ട് വന്നത്? അയ്യോ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തപ്പാ? എന്ത് ചെയ്തെന്നോ നിനക്ക് അറിഞ്ഞുകൂടായില്ലേ? ഇല്ല. അയ്യോ, നിന്നെ കൊന്നു കളഞ്ഞാലും എന്റെ ദേഷ്യം തീർത്തില്ലടി. കുടുംബത്തിന്റെ മാനം കെടുത്താൻ പിറന്ന പരമദ്രോഹി. ദാരിദ്ര്യത്തിന്റെ എഴുതിയിൽ നിന്നെ ലാളിച്ച് ഓമനിച്ച് വളർത്തിയത് ഇതിനായിരുന്നു അല്ലേ? എന്റെ എല്ലാ കഷ്ടപ്പാടുകളും നീ മാത്രമായിരുന്നടി എനിക്കൊരാനന്ദം. നിന്നെ ഒരുത്തിയെ മാത്രം ഓർത്താണ് ഞാൻ ജീവിക്കാൻ തന്നെ ആഗ്രഹിച്ചു. വേണ്ട, നീ ഇനി എന്നെ അപ്പൻ എന്ന് വിളിക്കരുത്. ഞാൻ നിന്റെ അപ്പനുമല്ല, എന്റെ മകളുമല്ല. ഇനി നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പൊയ്ക്കോ, പൊയ്ക്കോ. അയ്യോ, എന്റെ ദൈവമേ, അപ്പൻ എന്താണ് ഈ പറയുന്നത്? അപ്പൻ എന്ത് പറ്റി? എന്നോട് ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പ എന്നോടൊന്ന് പറയൂ. ഇതാ അപ്പന്റെ മകൾ നിൽക്കുന്നു. മകള് രാത്രികാലത്ത് നിനക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ അറിയാമില്ലേ? എന്ത്? ഇപ്പോ നീ രാത്രി ഒറ്റയ്ക്ക് മലവെട്ടി പോയില്ലേ? പോയി. എന്നിട്ട് വെളുപ്പിലല്ലേ നീ തിരിച്ചു വന്നത്? ഓ, അതാണോ? ഞാൻ പറയാം അപ്പ. അവൻ നിനക്ക് പണം തന്നില്ലേ? തന്നു. അപ്പന് മരുന്ന് മേടിക്കാൻ. ഓ മതിയടി, ഇനി നീ ഒന്നും പറയണ്ട. ഡോക്ടർ ഒരു നിവൃത്തിയില്ല. ഞാൻ ചത്ത ചാകട്ടെന്ന് വയ്ക്കാമായിരുന്നല്ലോടി. ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു മരണം. അന്ന് നീ കപ്പയെത്താൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചു നീ പേഴയാണെന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മരിച്ചാലും ചെയ്യുകയുമില്ല. ഇത് തീർച്ചയാണ്. അപ്പന്റെ കാര്യം എന്നെ തുടരുന്നു. എന്താന്നാ ഇത്? ഇടാ മുറുക്ക, ദേഹം അനക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞു ചെയ്ത്. കിടക്കൂ. അയാൾ ഗുസ്തിമുറ അഭ്യസിക്കുന്നു. ഒന്നും പറയല്ലേ. വാ കിടക്കൂ. അയാൾ ഗുസ്തിമുറ അഭ്യസിക്കുന്നു. ഒന്നും പറയല്ലേ. വാ. മധുമാസമായല്ലോ മലർവാടിയിൽ പ്രേമമണി വീണയതു മീട്ടാൻ വരുമോ സഖി? ജീവിതാനന്ദ മണിക്കോവിലിൽ എന്നു മണയാത്ത ദീപമാ വരുമോ ഭവാൻ? മധുമാസമായല്ലോ മലർവാടിയിൽ പ്രേമമണി വീണയതു മീട്ടാൻ വരുമോ സഖി? മമ ജീവിതാനന്ദ മണിക്കോവിലിൽ എന്നു മണയാത്ത ദീപമാ വരുമോ ഭവാൻ?
മധുമാസമായല്ലോ മലർവാടിയിൽ പ്രേമമണി വീണ ഇതു നീട്ടാൻ വരുന്നു സഖി. മന്ത്രകോടിയുമായി സന്ധ്യാവധൂ വന്നു മാറത്തു ചാത്തുമീ നവമാലിക. മന്ത്രകോടിയുമായി സന്ധ്യാവധൂ വന്നു മാറത്തു ചാത്തുമീ നവമാലിക. ആ മാനസേശ്വരി നീ മാത്രമെൻ സഖി. നമ ജീവിതാനന്ദ മണിക്കോവിലിൽ എന്നു മണയാത്ത ദീപമായി വരുന്ന ഭവാൻ. ജന്മനമാശ കല്ലോലമായി അതിലെന്നും കളിയോടമായി. ജന്മനമാശ കല്ലോലമായി അതിലെന്നും കളിയോടമായി. പിരിയാതെ ഈ വിധം പ്രിയമാർന്നു ജീവിതം മനസമാശ കല്ലോലമായി അതിലെന്നും മുഴുകും നാം കളിയോടമായി. കുറെ നാളായി അയാളെ പിരിച്ചുവിടണമെന്ന് ഇരുന്നതാണ്. അയാളെ കൊണ്ട് പഠിപ്പിക്കാൻ കൊള്ളുകയില്ലെന്നേ. ആകെപ്പാട് ഇവിടെ ഒരു പള്ളിക്കൂടേ ഉള്ളൂ. ശമ്പളം കൊടുത്താൽ വേറെ നല്ല ആളുകളെ കിട്ടിയില്ലേ സാറേ പഠിപ്പിക്കാൻ. ഇന്നാളെ ഏതായാലും തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് വിഷയം? നമ്മുടെ ന്യൂസിന്റെ കല്യാണക്കാര്യമൊക്കെ തീർച്ചപ്പെടുത്തിയിരിക്കുക. തീയതി നിശ്ചയിച്ചില്ല കേട്ടോ. എങ്ങനെ മുൻകൂട്ടിയൊന്ന് അറിയിക്കുക. ഏതായാലും കുട്ടി ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഏതായാലും കേട്ടെ. സാർ ലക്ഷ്മൺ സാർ വിളിക്കുന്നു. സാറേ, സാർ ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പിരിയുക. ഞങ്ങളുടെ പാരിതോഷികമായിട്ട് ഇത് ചെയ്യും. ഒരു കൊല്ലത്തേക്ക് കൂടെ എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമസ്തേ. പിന്നെ എന്താ പിന്നേക്ക് ഇതെന്നതാ? അത് നിന്റെ മോടെ കയ്യിൽ കൊടുത്തേക്ക്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവള് പാടുപെട്ട് കടന്നുങ്ങിച്ചതല്ലേ, കൊണ്ടേ കൊടുത്തേക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് വസ്തു വേണ്ടിയിട്ടൊന്നുമല്ല, പിന്നെ ആശാനെ ഒന്ന് സഹായിക്കാമല്ലോ എന്ന് കരുതിയാണ്. രൂപ ഇന്ന് തന്നെ വേണം. അയ്യോ, അത്യാവശ്യമാണ്. എന്റെ കയ്യിൽ ഒരു 300 രൂപയുണ്ട്. ബാക്കി 400 ഒരു 2 ദിവസം കഴിഞ്ഞ് തരാം. നാളികേരം ഒന്ന് വിൽക്കണം. എന്താ അത് കഴിഞ്ഞ് പോലെ ആധാരം? ആധാരം ഇന്ന് തന്നെ അങ്ങ് എഴുതിപ്പിക്കാം. കുട്ടിയെ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് സംഭവമൊന്നുമില്ല. എന്നാ രാഹുകാലത്തിന് മുമ്പ് നമുക്ക് അങ്ങ് എഴുതിപ്പിക്കാം. എന്നാ ഒറ്റമ്പ്രാട്ടി ഇങ്ങനെ വിചാരിച്ചോണ്ട് നിക്കണേ? ഓ, ഒന്നുമില്ല. നീ എവിടെ പോയിട്ട് വരുന്നു? അടിയനത്തിരി പുല്ലിയെത്താറെ കൊണ്ട് പോയച്ചു വരുവാ. കൊച്ചമ്പ്രാട്ടിയുടെ കല്യാണമൊക്കെ ഉറച്ച കൊച്ചമ്പ്രാട്ടി, ആ ചക്രവത്തായി നാനാരുടെ മോനുമായിട്ട്. ഓ, ആ കൊച്ചു നാനാലൊരു ഗുണമില്ല, കൊച്ചമ്പ്രാട്ടിക്ക് ചേർത്തില്ല. എന്ത് ചെയ്യാൻ ദേവി? അപ്പം നിശ്ചയിച്ചതിനെതിര് പറയാനൊക്കോ? എല്ലാം ദൈവം വിധിച്ച പോലെ നടക്കും. എന്നാലും എന്നെ ദൈവേ. കുട്ടിച്ച കാണുന്നെങ്കിൽ അഗ്നിഭായിയുടെ ഡാൻസ് കാണും. എന്നാ ഭായിയാണ്? അഗ്നിഭായി, അഗ്നിഭായി, അഗ്നിഭായി. ഡാൻസ് വേണോ പീലിച്ച? ഞാൻ അന്നങ്ങനെ പറഞ്ഞെങ്കിലും ഡാൻസ്. കുട്ടിച്ച ഡാൻസ് മൈക്കും ഇല്ലാത്ത കല്യാണം ഇന്നുണ്ടോ? ഓരെങ്കിലും ആരുടെയാ കല്യാണം?
ഡാൻസ് ഒത്തില്ലെങ്കിൽ മോശമാ പീലിച്ച. ഒക്കാതെ എവിടെ പോകാനാ കുട്ടിച്ച? അല്ല അത് വേണ്ട, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് ഡാൻസ് വെച്ച് നോക്കിക്കളയാ. ഇപ്പോഴത്തെ കാണും, കൊള്ളാമോ കൊള്ളൂലെന്ന് കുട്ടിച്ചൻ തന്നെ കാണും. നമുക്കൊന്ന് കാണാമോ ഡാൻസ് എങ്ങനെ ഇരിക്കണമെന്ന്? ഓഹോ, വിളിക്ക് വിളിച്ചേട്ടാ. അഗ്നി, അഗ്നി ഭായ്, ഇതാണ് മുതലാളി. മുതലാളിക്ക് നിങ്ങളുടെ ഡാൻസിന്റെ സാമ്പിൾ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഉള്ളതിൽ നല്ല ഒരെണ്ണം നോക്കിയും കത്തിച്ച് മിന്നണം. നന്നായ സമ്മാനം തരുന്ന ആളാ. ഉപകരണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാ ഡാൻസ് ചെയ്യുന്നത്? അതൊക്കെ കല്യാണത്തിന്റെ അന്ന് മതിയെന്ന്. ഇന്ന് ചുമ്മാതെ ഒന്ന് ഡാൻസ് ചെയ്യാൻ മതി. മോളെ അമ്മച്ചിയെ വിളി. ഈ കച്ചിത്തുറവിനെ കൊണ്ട് തല്ലി പഠിക്കാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ പണം തരൂ. നിന്നെയൊക്കെ ഞാൻ കച്ചേരിയിൽ കേട്ടില്ലെങ്കിൽ എന്റെ പേര് അഗ്നിഭായല്ലോ. എടി, എന്റെ വീട്ടിൽ തന്നെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇനി നീ ബോർഡ് മേടിക്കും. കൈ പടിയാവുന്ന അവൻ ഗ്യാപം തന്നെ ചുറ്റിക്കാൻ വന്നിരിക്കല്ലേ. എടോ, എന്റെ പണം തരൂ. ഇയാളാണ് കൊല്ല. കിട്ടിയാണോ? ഞാനോ? എടോ, എന്റെ പണം തരൂ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങി വയ്ക്കാം. എല്ലാം പറഞ്ഞതുപോലെ തന്നെ. ഈ 300 കല്യാണത്തിന് തന്നെ തികയത്തില്ല. ബാക്കി 200 ഉടനെ തന്നെ തരണം. ഇന്ന് വ്യാഴം, അടുത്ത ഞായറാഴ്ചക്കാണ് തീർച്ച. പിന്നെ കഴിയുന്നതെല്ലാം മുറയ്ക്ക് നടന്നോട്ടെ. വാസിക്ക എത്ര പേര് കാണും ഉണ്ണാൻ? ഞങ്ങളൊരു 20 ആണുങ്ങളും 10 പെണ്ണുങ്ങളും കാണും, അത്രേ ഉള്ളൂ. ആ, പിന്നെ പിള്ളേരും കണ്ടേക്കും. അയ്യോ, ഇപ്പൊ വലിയവരെക്കാളും കൂടുതൽ ചോറ് കെട്ടുന്ന പിള്ളേരാ. പിന്നെ ചെക്കനെ കണ്ടാ കൊള്ളായിരുന്നു. അതിനെന്താ? എടാ നക്ക, ഇങ്ങോട്ട് വന്നേ. നോ, എന്നതാ പറഞ്ഞത്? ഇല്ല, വരുന്നെന്ന് വെച്ചോ. ആ കരിയാ ഇപ്പോഴത്തെ ഭാഷയൊക്കെ. ഓ, ഞാൻ തന്നെ ചെന്നങ്ങ് കണ്ടുകളയാം. വന്നേ എത്തപ്പനെ. അതെല്ലാം പോയി കടത്തിലായി. ഞങ്ങൾ എന്നെ കൂടപ്പറപ്പുകളെ പോലെ ജീവിച്ചവരാ. അതും പോകട്ടെ, ആ പെൺകൊച്ചിനെ ആണെങ്കിൽ സ്ത്രീധനം കൊടുത്തില്ലേലും ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് പോയിക്കോളും. അത്രയ്ക്ക് തോളുള്ള ഒരു പെണ്ണാവണം. ഒന്ന് ചുമ്മാ അതിരി എന്റെ അച്ചായ. വെള്ളത്തിൽ ചുമന്നിരുന്നാ മാത്രം മതിയോ? അവളെ വല്ല നാടകത്തിനെ സിനിമയ്ക്കോ വിടട്ടെ. എന്റെ ആങ്ങൾക്ക് അവള് ചേർത്തില്ല. വെളുപ്പിച്ചിട്ട് കുറവുള്ള പെണ്ണ് മതിയായിരുന്നു. ഇതിപ്പോ നോക്കിക്കോ, അവള് വലത്തുകാലം വെച്ച് ഇങ്ങോട്ട് കയറുന്നതിന്റെ പിറ്റേ ദിവസം അച്ചാനും അമ്മച്ചയും തല്ലിപ്പുറത്ത് ചാടിക്കും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണ്ടല്ലോ. ഇനിയൊക്കെ പറഞ്ഞോളൂ, എന്നാ പ്രയോജനം? അതും പോകട്ടെ, ചെക്കൻ കയറി ചെന്നാൽ നാഴി വെള്ളം കിട്ടുമോ? 365 ദിവസവും പട്ടിണി കിടക്കുന്ന ഒരു വീട്. എന്റെ കർത്താവേ, എന്റെ ആങ്ങൾക്ക് ഇത് വന്നല്ലോ. പെങ്ങക്കൊന്ന് പോകാ ഓടുന്നു. എടാ എടാ, നാണം കെട്ടവനെ, നീ ആണിന്റെ കുളത്തിൽ പറഞ്ഞവനാണടാ. നീ എന്താടാ ആ പെണ്ണിന്റെ പുറകെ പലഹാരപ്പതി കൊണ്ട് പോയത്? ഓ, ചെവി തുറന്ന് വഴി നടക്കാൻ മേല. ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. കണക്കായിപ്പോയി, എനിക്ക് മനസ്സിലായിട്ടാ. ആ പഴപ്പെട്ട പെണ്ണിന്റെ തൊലിയുടെ വെളുപ്പ് കണ്ടപ്പോൾ ചെറുക്കണം പൂതി കളയി പോയി ചാടാ നല്ല നേരം നോക്കി. എന്തിനാ അപ്പനെ പറയുന്നത്? ഇവനെ വേണം അവന്റെ തൊഴിക്കാൻ. പെങ്ങൾ ചുമ്മാ കിടന്ന് ചാടാതെ പെങ്ങളെ. ഒരുമാതിരി ബാലൻസ് ഒക്കെ വേണ്ടേ? ആ, പെങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിനെ കെട്ടുന്നില്ല. അയ്യോ, ഇത്ര പെങ്ങൾ ഇഷ്ടം നോക്കുന്ന ഒരു പൊന്നാങ്ങള. എന്നാ കേട്ടോ വിളിച്ചേട്ടാ, ആ സാറിന് ജോലിയും പോയെന്നാ കേട്ടത്. അത് തന്നെയുമല്ല, ഒരു ശകല സ്ഥലം ഉണ്ടായിരുന്ന കൂന്നീച്ചറുള്ള എഴുതി പിടിക്കാൻ പോണെന്നോ പിടിച്ചെന്നോ ഒക്കെ കേട്ടേ. എന്നാ ഇപ്പൊ വരാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. അവൾക്ക് കൂടെ കിടക്കാൻ സ്ഥലവും ചെലവിനും കൊടുത്തോളണം, അത്ര തന്നെ. അപ്പനും മോനും കൂടെ ചെലവിന് കൊടുത്തോളൂ. നമ്മളെന്താ ഇതൊക്കെ പറയുന്നത്? പെങ്ങൾ കുറെ നാളായല്ലേ ഇവിടെ നിൽക്കു തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി. അത്രയ്ക്കായോ? എടി, യവൻ പറഞ്ഞത് നീ കേട്ടോ? കേട്ടോളൂ. ഞാൻ അമ്മയോട് പറഞ്ഞ ഈ ഇരട്ടയൊക്കെ വാക്കുകൊണ്ട് തിരിച്ചു പോകുന്നു. അമ്മ സമ്മതിച്ചില്ല. ഇപ്പൊ ഇല്ലുള്ള വീട്ടിൽ പോയി തരണം. എന്റെ വീട്ടിലേക്ക് എന്റെ അതില്ല. അച്ചായി, ഞാൻ പോകുന്നു. ഈ സൗജായിട്ട് വിചാരിക്കട്ടെ. ഇനി കല്യാണത്തിന് വിളിക്കാനാണെന്നും പറഞ്ഞ് അങ്ങോട്ടാരും പോന്നിട്ടുണ്ട്. നമ്മൾ വരുന്നുണ്ടോ? നീ ഇനി കല്യാണം കഴിഞ്ഞ് പോയാ മതി. ഞാനല്ലേ കൊള്ളുക. ആരുടെ കല്യാണത്തിനാ? എന്റെ ആങ്ങളടിയോ? അവൻ നല്ല ഒന്നാന്തരം ചുണ്ടപ്പഴം പോലെ ഇരിക്കുന്ന തൃങ്ങാരി പെണ്ണിനല്ലേ കെട്ടിക്കൊണ്ട് വരാൻ പോകുന്നു. അവനിനി പെങ്ങൾ എന്തിനാ അപ്പൻ എന്തിനാ? ഞാനൊന്ന് പള്ളി പോയേച്ച് പിടിയിന്ന് വന്നേക്കാം. എത്തപ്പാനി, എല്ലാം നിന്റെ മേൽനോട്ടത്തിലായിരിക്കണം കേട്ടോ. ഓ, എത്തപ്പാൻ ചേട്ടാ, ഇതെന്നതാ കുഞ്ഞെ? ഒന്ന് പതുക്കെ പറ. മലയിലെ വീട്ടിൽ വാർപ്പ് മേടിക്കാൻ പോകല്ലേ? ഇതാരും കാണാതെ തങ്കച്ചന്റെ കൊടുത്തേക്കണം. 24 രൂപ ഒരു എഴുത്തുണ്ട്. രാവിലെ നല്ല ഉദ്യോഗമാ കിട്ടിയത്. ഒറ്റ കുഞ്ഞുപോലും അറിയരുത്. ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും. നോയിക്കും. എന്റെ പൊന്നെത്തപ്പൻ ചേട്ടനല്ലേ?
പണം അടച്ചോ? അടച്ചു. വാർപ്പ് കിട്ടിയോ? കിട്ടി. പിന്നെന്താ? ചിന്നമ്മ തന്നതാ രൂപ. വയ്ക്കുള്ളൂ. മറുപടി എന്നാ കല്യാണം? നാളെയാ. നീയിപ്പോ വരണേയുള്ള കുഞ്ഞേ. മഴ നേരത്തെ വന്നേ. പിള്ളേരെന്തിയെ? അവർക്കെല്ലാം ചൊറിയാ. ആ ഇരി. ചെറിയ പേരിന് അയച്ചോടി. വരുന്ന ആഴ്ചയില്ല. ആ നിന്റെ മാമിക്ക് ഏതാ മാസം? എല്ലാം റെഡിയായോ? ഓ, എന്താടാ നിനക്ക് ഇത്ര ധൃതി? ഇന്ന് താഴ്ചയിലെ കൊച്ചുചെമ്പുരാട്ടിയുടെ കല്യാണം വന്ന് അടിയനൂടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പൊയ്ക്കോ. ആനക്കാര്യത്തിനല്ല ജേനക്കാര്യം. പെണ്ണിനെ ഒരുക്കി പള്ളി വിടാനുള്ള ബെറ്റപ്പാട് ഞാൻ കടന്ന് ഓടുന്നു. അന്നേരം വന്നിരിക്കുന്നു മൂച്ചേട്ടയൊക്കെ. ഞാൻ രൂപയും പലിശയും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അമ്മ ഇപ്പം വേണം. എന്താണ് ഇത്ര അത്യാവശ്യം? കുറെ കഴിഞ്ഞാലെന്നാ? ഉച്ച തിരിഞ്ഞു വാ. അതിന് പലിശ കൂടുതലൊന്നും തരേണ്ട. ഇപ്പൊ തന്നെ വേണമല്ലോ അമ്രാട്ടി. എടി ഞാൻ താഴ്ചയിലെ പെണ്ണിന്റെ കമ്മലല്ലടി. അല്ല, നേരെ പറയടി. നേരാന്ന് അമ്മേ. ആ കമ്മലം കൊടുത്തുവിടമ്മേ. എനിക്കിപ്പോ അതിന് സമ്മതമില്ലല്ലോ. എടി അതാ താഴ്ചയിലെ പെണ്ണിന്റെയാണെന്നാ തോന്നുന്നത്. അതിനെന്നാ കൊടുത്തുവിടമ്മേ. നീ ചിന്നമ്മയുടെ കല്യാണമല്ലേ, അതുകൊണ്ടാ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത്. നീ പള്ളി പോകാൻ നിനക്ക് പെണ്ണേ. പോരി കാത്തി. എടി പോകാനാ പറഞ്ഞത്. എന്നെ ഞാൻ തൊട്ടുപോയിട്ടുണ്ട്. എന്നെ മിതം മാറും ഞാൻ പറഞ്ഞേക്കാം. എന്നെ ഈ കൊയ്ത്തടിവാളായിരിക്കുന്നു. നീ പോരമ്മേ. ദേവി നീ പോയിക്കോ, ഞാൻ പിന്നെ തരാം. ചേട്ടാ ഇതെന്തൊരു നാശമാടാ. ഇനി രാവിലെ ആരാ നല്ല കാലം വെച്ച് വർക്കത്തായിട്ട് ഇവിടെ കയറിയത്? പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആശാനെ കണ്ടില്ലല്ലോ. നേരമായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? നാക്കങ്ങ് താണു പോയോ? കൊച്ചുമ്പ്രാട്ടിയെ എന്നെ ദേവി ഇന്ന് കൊച്ചുമ്പ്രാട്ടി രൂപ പണയെടുക്കാൻ നാളെ ചെല്ലാൻ. ഇപ്പൊ പള്ളി പോവാൻ കമ്മലോ? ഏൻ തരാം. എന്റെ കുട്ടി, ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത്. ചേടാ താരികയില്ലെന്ന് ഞാൻ പറഞ്ഞു. വിഷമിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ കഴുത്ത് മിന്നി കെട്ടണതിന് മുമ്പ് പണം ഞാൻ പള്ളിക്കൊണ്ട തരാം. അയ്യോ ആശാനെ, എല്ലാം ശരിയാവും. ആശാനെ ആശാനെ പോവല്ലേ? ഞാൻ ഇപ്പൊ വന്നേക്കാം. വരുന്നു വരുന്നു. ഒന്ന് വേഗമായിട്ട് മോളെ.
ഈശോ സ്തുതിയായിരിക്കട്ടെ. ആശാന് ദക്ഷിണ കൊടു മോളെ. ഭഗവാന് നാരായണ. അപ്പന് സ്തുതിയല്ലേ മോളെ. സ്തുതിയായിരിക്കട്ടെ. എന്റെ പൊന്നു മോളെ, സർവശക്തനായ ദൈവം എന്റെ കുഞ്ഞിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. എനിക്ക് നിന്നോട് പിണങ്ങാൻ ഒക്കുമോ മോളെ? എപ്പോഴാ കെട്ട്? 9 മണിക്ക് പറ്റുക. ഇപ്പൊ തന്നെ 8:10. നമുക്ക് പോകാം. ഞങ്ങളിപ്പോ കാപ്പി കുടിച്ചതേ ഉള്ളൂ. കാപ്പിവെള്ളമെങ്കിലും കുടിക്കും. ഇത് മീനുളുമ്പ് നാറുന്നു. എനിക്ക് വേണ്ട. എന്റെ പെങ്ങളെ ഇന്നെങ്കിലും ഒരു നല്ല ചട്ടയിട്ടു നടക്കാൻ മേലായിരുന്നു. നീ വാങ്ങിച്ചു കൊടുത്തയച്ചൊക്കെ ഇവിടെ ഇരിക്കുക, ഒന്നും എടുത്തിട്ടില്ല. അതിനെ അതിനൊരു കാര്യമുണ്ട്. ആങ്ങളെ സമ്പാദിക്കുന്ന ആങ്ങളുടെ മക്കൾക്ക് കഴിക്കണം, അല്ലാതെ പെങ്ങൾക്ക് കൊടുക്കാനല്ല. ഓ, ആത്തൂന് കൊടുത്തു കൊടുത്ത് നിന്റെ കൈ അങ്ങ് തളർന്നു പോയില്ലേടി. ഇത്ര പെങ്ങളം തന്നെ ഇരിക്കുന്ന ഒരാങ്ങള. എടാ, അധികം വലിയ കാര്യത്തിൽ നിന്റെ ഒരു ധർമ്മക്കാരനെ പോലെ വന്നിട്ട് നീ വെറും കൈയോടെ വിട്ടുകളഞ്ഞല്ലോടാ. ദുഷ്ട, നിന്നെ ഞാനാ എടുത്ത് വളർത്തിയത്, നിനക്കറിയാമോ? മനസ്സില്ല ഞാൻ കൊടുക്കാൻ. നിങ്ങളെ കണ്ട എന്നാ ഉപകാരോ ഈ ആങ്ങളേക്കും നാത്തൂനും? ചുമ്മാ വന്ന് കൈ കിട്ടിയാൽ ഉടനെ 500 രൂപ അങ്ങോട്ട് എനിക്ക് കൊടുക്കാൻ കുറച്ച് ഏതമുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുക നിർത്തിയമ്മേ. എങ്ങനെ മിണ്ടാതിരിക്കും? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറണ്ടാന്ന്. നിന്റെ ഒന്നും ഓചാരം വേണ്ടടി ഞങ്ങൾക്ക്. പഴിനീളം നടന്ന് തെണ്ടിയാലും നിന്റെ അങ്ങോട്ട് വരത്തില്ല. പോരെ എടി, ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത്. ദൈവാനുഗ്രഹമുള്ള പെണ്ണും പിള്ള കണ്ടില്ലേ കിടക്കുന്നത്? ദൈവാനുഗ്രഹത്തിന്റെ കൂടുതൽ. നീ ഒന്ന് ചുമ്മാ ഇത് നിർത്തിയമ്മേ. വാ, നമുക്ക് മലയിലോട്ട് പോകാം. പള്ളിയിലോട്ട് പോയിട്ട് പെങ്ങളെ ഞങ്ങൾ ഞാനങ്ങേ ഓർമ്മിക്കും. എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഞാനങ്ങേ ഓർക്കും. നാളെ തിങ്കളാഴ്ച എന്റെ കല്യാണമാണ്. അങ്ങ് വരുമല്ലോ. ഞാനറിയാതെ തന്നെ ഞാനങ്ങേ സ്നേഹിച്ചു പോയി. എനിക്കങ്ങ് മാപ്പ് നൽകണം. മോനെ, മണി 9 കഴിഞ്ഞു. നിന്റെ അമ്മാച്ചന്മാരും എല്ലാം പോയി കഴിഞ്ഞു. നീ എന്തോ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എന്താ മോനെ എഴുത്ത്? ആ താഴ്ചയിലെ ചിന്നമ്മയുടെ കല്യാണമായിരുന്നു. ഇന്നാണോ? പാവം, അവൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ മോൻ കൂട്ടിച്ചോദ്യം കഴിഞ്ഞ് അവരുടെ വീട്ടിലൊന്ന് കയറി അവർക്ക് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. ഞാൻ കല്യാണത്തിന് പോകുന്നില്ല. എങ്കിൽ വേണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ എന്റെ മോൻ ഒരുങ്ങ്. കൂട്ടിച്ചോദ്യത്തിന് അവരെല്ലാം ഇപ്പൊ പള്ളി വന്നു കാണും. എന്റെ മോൻ ചെന്ന് കുളിച്ചിട്ട് വാ, വേഗമാവട്ടെ. ഈ കല്യാണം നടക്കരുത്. എങ്ങനെങ്കിലും അത് മുടക്കണം. എങ്കിലേ അവരൊരു പാഠം പഠിക്കും. ആ ടൈൽ ഞാൻ കൊടുത്തിട്ട് വരാം. എന്താ സാറേ ആ ഇടപാട് തീർക്കാത്ത? ഉദ്ദേശിച്ച പണം വന്നില്ല. ആശം വേറെ വഴിക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. കല്യാണം കെട്ടുന്നതിനും ഇടപാട് തീർത്തേക്കാം. വിഷമിക്കുണ്ടാവും തയ്ച്ച ആശാനും കീശാനും. ഇതൊക്കെ കളിപ്പീര് പണിയല്ലേ? എന്നെ പിടിച്ചത് എല്ലാം അറിയാമല്ലോ. ഞാൻ എന്താ വന്നേച്ച്. ഇതന്നെയല്ല, ഈ പിഴപ്പെട്ടവനെ ആമ്പിള്ളേർ ഒന്നും കിട്ടും. ഇനി എന്നാ വഴി ദേവസ്യച്ച? ലൂക്കാച്ച, ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് പോവാ. വല്ലതും പറയാനുള്ളത് പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുള്ള ഇത്രയും ക്ഷമിച്ചു. ഇനി ക്ഷമിക്കാൻ നിവർത്തിയില്ല. മത്തായി ചേട്ടാ, നാമെല്ലാം മനുഷ്യരില്ല. അതിനിപ്പോ ഞങ്ങൾ എന്തോ വേണം? കല്യാണം നടക്കണം. അതിനിപ്പോ തന്റെ ഒപ്പാരിയൊന്നും വേണ്ട. ഇനി ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ ഇടപാട് തീർത്തേക്കാം. വിഷമിക്കുണ്ടാവും തയ്ച്ച
ആശാനും കീശാനും ഇതൊക്കെ കളിപ്പീര് പണിയല്ലേ? എന്നെ പിടിച്ചതെല്ലാം അറിയാമല്ലേ? ഞാൻ എന്താ വന്നേച്ച് ഇതന്നെയല്ല ഈ പിഴപ്പെട്ടവനെ ആമ്പിള്ളേർ ഒന്നും കിട്ടും. ഇനി എന്നാ വഴി ദേവസ്വേച്ച? ലൂക്കാച്ച, ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് പോവാ. വല്ലതും പറയാനുള്ളത് പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുള്ള ഇത്രയും ക്ഷമിച്ചു. ഇനി ക്ഷമിക്കാൻ നിവർത്തിയില്ല. മത്തായി ചേട്ടാ, നാമെല്ലാം മനുഷ്യരില്ല. അതിനിപ്പോ ഞങ്ങൾ എന്തോ വേണം? കല്യാണം നടക്കണം. അതിനിപ്പോ തന്റെ ഒപ്പാരിയൊന്നും വേണ്ട. ഇനി ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ ആരും വേറെ വെക്കരുത്. സാറ് നോട്ടെഴുതി തരും. അയാൾ നോട്ടാക്കണം. ഞാനെഴുതി തരാം. ഒന്ന് ചുമ്മാ ആയിരുന്നു സാറേ. ഞങ്ങൾ ഞങ്ങളുടെ പോക്കിന് പോവാ. എന്താ പണം കിട്ടിയില്ലേ? കിട്ടി, ബാങ്കിലിട്ടിരിക്കുന്നു. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത്? നിങ്ങൾ വല്ലൊരു ആപ്പണിന്റെ കടത്തേലോട്ടൊന്ന് നോക്കിയോ? കടുത്ത ആർത്തല്ലേ ആഭരണങ്ങൾ നടക്കുന്നത്. ഇനി എന്താ താമസിക്കുന്നത്? വാ, നമുക്ക് പോകാം. എന്റെ പൊന്നു എത്തപ്പാഞ്ഞി, എത്തപ്പാഞ്ഞി ആശാൻ ഇനിയും വന്നില്ലല്ലോ. അവർ ചെറുക്കിനെ കൊണ്ട് പോകുവാന്നാ. നീ ഒന്നും അന്വേഷിച്ചാലോ ആശാൻ എന്തെന്ന്? ഞാനൊന്ന് പറഞ്ഞു നോക്കാം സാറേ. ഇനി ഒന്നും പറയണ്ട. എന്റെ പൊന്നു മത്തായി ചേട്ടാ, നമ്മളൊക്കെ എന്നും കാണേണ്ടവരല്ലേ? ഇങ്ങനെ മുറിപ്പെട്ടും പിടിച്ചാലോ? ഓ, ഈ യവന്റെ ഊരാശ കേൾക്കാത്ത കുറ്റമാ. അത്തപ്പാൻ പാട് നോക്കത്തപ്പാൻ. അങ്ങനെയല്ല മത്തായിച്ച, നമുക്ക് പോടാ. ഇവൻ എവിടുത്തുകാരടാ? ഒന്ന് പോടാ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണോ? അല്ല, അറിയണോ? അറിയോടാ. എടാ, സൂക്ഷിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഴ്ചന്റെ പല്ലിയാ അധികാരമൊക്കെ പറഞ്ഞ് വേലയ്ക്ക് വരുമ്പോൾ എന്താ നോക്കുന്നേ? എന്നാ എന്താ ഇവിടെ ബഹളം? എന്താ ചന്ദ്രസ്ഥലമാണ്? എന്റെ അച്ചു, ഈ വറീത്തിനെ ആ കൂടോത്രക്കാരൻ എത്തപ്പാൻ ഇടിച്ച് പഞ്ചീതാക്കി കളഞ്ഞു. എല്ലാത്തിനും ഈ ലൂക്കാ സാറാ കാരണം. കല്യാണത്തിന് മുമ്പ് ശ്രീധനം ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കുകയില്ല പോലും. അല്ല, അച്ഛൻ തന്നെ പറഞ്ഞാട്ടതിന്റെ സമാധാനം. അതുകൊണ്ട് അതിനെ ഉണ്ടാക്കി പിരിയാമെന്നോ? എന്റെ അച്ചു, ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട. ചില്ലറ ചതിയാണോ ഈ ലൂക്കാസാറ് ചെയ്തത്? എന്റെ മരുമോൻ ചെറുക്കിലെ തട്ടന്മാരെ കൊണ്ട് തല്ലി ചമ്മന്തി ആക്കി കളഞ്ഞു. ശ്രീധനത്തിന് പകരം തല്ലാണോ അച്ഛാ ബാക്കി? എന്റെ പൊന്നച്ചു, അച്ഛൻ തന്നെ എന്നെ ഒന്ന് രക്ഷിക്കും. എത്ര രൂപ ബാക്കിയുള്ളത്? 200. അത്രയല്ലേ ഉള്ളൂ? പ്രത്യേകിച്ച അതിനുവേണ്ടി ഈ കല്യാണം മുടക്കുന്നത് ശരിയല്ല, കഷ്ടമാണ്. ലൂക്കാസ് രൂപ തരും, ഇല്ലെങ്കിൽ ഞാനേറ്റു. അച്ഛനേറ്റോ? എനിക്ക് സമ്മതമാണ്. കുഞ്ഞമ്മേ പറയിച്ച കല്യാണം നടക്കട്ടെ. അച്ചോ, അയാൾ ആ പണം തരത്തില്ല. അതുകൊണ്ട് പണം ഇപ്പം തന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്നാലും എന്താണോ പറയുന്നത്? അച്ഛോ, ഈ കല്യാണം നടക്കത്തില്ല. അച്ഛൻ പിന്നെ എന്നാത്തിനാ ഈ കാര്യത്തിൽ വെറുതെ ഇടപെടുന്നു? കുട്ടിച്ചൻ പറഞ്ഞതാ എന്റെ ശരി. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഏതായാലും ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഉടൻ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ കല്യാണം നടക്കണം. മണി 10 കഴിഞ്ഞു. അച്ഛോ, അച്ഛോ, എന്നാ കൂട്ടിച്ചോദ്യം അങ്ങ് നടത്തിയേച്ചാ ഞങ്ങൾക്കും പോകാമായിരുന്നു. മലയാള തങ്കച്ചൻ വന്നോ? അവനിപ്പോ വരും. വരട്ടെ. കുട്ടിച്ചൻ പറഞ്ഞാൽ ആ മത്തായി കേൾക്കും. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ഇടവയ്ക്ക് നീ ചേർക്കൻ ആരാന്ന് നമുക്കൊന്ന് കാണാമല്ലോ. വാ, നമുക്ക് ഇങ്ങോട്ട് നീങ്ങി. എനിക്ക് കാണണ്ട, ഞാൻ എവിടേക്കും പോവുക. ഞാൻ താമസിച്ചോ മോനെ? ഇല്ലമ്മേ. ഞാൻ അച്ഛനെ ഒന്നും കണ്ടിട്ടുണ്ട്. ലൂസി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ ചിന്നമ്മ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാളെടുത്തവൻ വാളാൽ തന്നെ വീഴ്ത്തപ്പെടും. എനിക്ക് പരിഭവമില്ല. എന്റെ അപ്പനും അമ്മയും ഇതനുഭവിക്കണം. എന്നെ ഓർത്ത് വിഷമിക്കാൻ. ഞാനാണ് കുറ്റക്കാരി. നശ്വരമായ ഈ ലോകത്തിന്റെ മായാവിഭ്രമങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയി. അപ്പോഴും എനിക്ക് വേണ്ടി എന്റെ കാമുകൻ ഒരിക്കലും വഞ്ചിക്കാത്തവനും ഒരിക്കലും വാക്കുതെറ്റിക്കാത്തവനും ഇന്നും സ്നേഹമുള്ളവനുമായൊരു മണവാളൻ എനിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. അനശ്വരമായ മണിയറയിൽ പ്രേമത്തിന്റെ രാജകുമാരൻ, ദിവ്യമായ സ്നേഹത്തിന്റെ ഓടക്കുഴൽ പാടുന്ന ഗായകൻ, കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരിയിൽ ആത്മബലി അർപ്പിച്ച ആ കാരുണ്യമൂർത്തി
താത്ത എന്നെ കൊച്ചമ്പ്രാട്ടി ഞാൻ ജയിലിനൊത്ത് കാണട്ടെ. നീ ചുമ്മാ ഇരിക്കടാത്തി. മൈല ഏൻ കാണുന്നത് ഗ്രാവാണ്. നിങ്ങൾ എന്റെ മേക്കൊന്ന് നുള്ളിക്കേ. കിറുക്ക് പറയാതെ കിടാത്തി. നിങ്ങൾ ഒന്ന് നുള്ളിക്കേ. ഏൻ കാണുന്നത് ഗ്രാവല്ലേ എന്നെ ദേവി. കുട്ടിച്ച എല്ലാം കുഴഞ്ഞു. ആ കർത്താവ് വിചാരിക്കുന്ന പോലെയൊക്കെ ഇല്ലേ നടക്കുള്ളൂ. എന്നിട്ട് വീട്ടിൽ പോയാട്ടെ. പുറോച്ചമ്മ അവിടെ കാത്തിരിക്കുകയായിരിക്കും. ഞാനിപ്പോ വന്നേക്കാം. വരണ്ടാവൂ. കെട്ട് കഴിഞ്ഞു പോയി. എന്താ ഇത്രയും താമസിച്ചേ? എന്നാ അന്വേഷിക്കും. മകനെ തങ്കച്ചൻ മുതലാളി എന്നാ സിനിമ പെണ്ണിന്റെ അടുത്ത് വന്നിരിക്കുന്നത്? അതാ ഞാൻ ഓർക്കുന്നത്. കുഞ്ഞാണ്ടമ്മ ഉണ്ടല്ലോ. ചെറുക്കൻ എന്തിയെ? ഇതെന്നാ കളിയാ? ചെറുക്കനാ നിൽക്കുന്നത്. അനാവശ്യം പറഞ്ഞാണല്ലോ. അടുത്തിന് ചെവിക്കല്ലേ തകർത്ത് വയ്ക്കും. അതല്ല മനസ്സിലിരിക്കട്ടെ അമ്മരാന്. കുടുംബേ, അത് തന്റെ വണ്ടിയല്ലേ? അതെ. ആ നാട് ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ഹൊയ് നാട് ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ജാതി മതം തീണ്ടാതെ നീതി വിട്ടുമാറാതെ ചാഞ്ചാടി ഓടി വരും വണ്ടി. നാട് ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ജാതി മതം തീണ്ടാതെ നീതി വിട്ടുമാറാതെ ചാഞ്ചാടി ഓടി വരും വണ്ടി. പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടാത്ത പൈങ്കിളിയും പാടും. കൊച്ചുമാടത്തു മിന്നിയൊരു മൈലാഞ്ചി പെണ്ണിന്ന് മേടപ്പുറത്ത് കളിയാടും. പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടാത്ത പൈങ്കിളിയും പാടും. കൊച്ചുമാടത്തു മിന്നിയൊരു മൈലാഞ്ചി പെണ്ണിന്ന് മേടപ്പുറത്ത് കളിയാടും. വെള്ളാമ്പൽ പൂത്തു എല്ലാം നമുക്കായി ഉല്ലാസമായി ഉല്ലാസമായി